ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2010 ഒരു ഹൊറർ മിസ്റ്ററി ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ 6 സോൾസ് ഷെൽട്ടർ എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇതിനു മുന്നേയും ഓരോ നിമിഷവും ട്വിസ്റ്റുള്ള സിനിമകൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത തവണയും അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ട്വിസ്റ്റുള്ള മൂവി തന്നെ കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് ഓരോ മൂവിയും കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. ചില സമയങ്ങളിൽ നല്ല മൂവി കിട്ടും, ചില സമയങ്ങളിൽ മോശം സിനിമകൾ കിട്ടാറുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവി തുടങ്ങിക്കഴിഞ്ഞ് അവസാനിക്കുന്നത് വരെയും ട്വിസ്റ്റോട് ട്വിസ്റ്റ് ആയിരിക്കും. അതും ഓരോ നിമിഷവും ട്വിസ്റ്റ്. അപ്പോൾ എല്ലാ തവണയും പറയുന്നത് പോലെ തന്നെയാണ് കഥയോടൊപ്പം ചേർന്ന് നിങ്ങളും അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്ക്. ഒരു സൈക്കാട്രിക് ഡോക്ടറിൻ്റെ അടുത്തേക്ക് ഒരു പേഷ്യൻ്റ് വരുന്നു. പക്ഷേ ആ പേഷ്യൻറ്റിനുള്ളിൽ ഒരുപാട് രഹസ്യങ്ങളും മിസ്റ്ററികളും ഒളിച്ചിരിപ്പുണ്ട്. അത് ഓരോന്നോരോന്നായിട്ട് ആ ഡോക്ടർ കണ്ടുപിടിക്കുന്നതും ആ ഡോക്ടർ മാത്രമല്ല കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളും ഒരേപോലെ അമ്പരക്കുന്ന ട്വിസ്റ്റുകളായിരിക്കും പിന്നീട് നമ്മൾ ഈ മൂവിയിൽ കാണാൻ പോകുന്നത്. അതെന്താണെന്ന് നിങ്ങൾ ഈ മൂവി കണ്ടു തന്നെ മനസ്സിലാക്കുക. പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇനി മുതലേ ഓരോ സിനിമകളും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്ത് എടുത്തു വെക്കുമ്പോഴത്തേക്കും അതിലേത് സിനിമയാണ് അടുത്തത് അപ്ലോഡ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളായിരിക്കും. കമന്റ് സെക്ഷനിൽ ഞാനൊരു 2 സിനിമ അല്ലെങ്കിൽ 3 സിനിമയുടെ പേരോ അല്ലെങ്കിൽ അതിൻ്റെ ട്രെയിലറോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇട്ടേക്കും. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് നിങ്ങൾ വേണം ഇതിലേത് മൂവിയാണ് അടുത്തതായിട്ട് ഞാൻ ചെയ്യേണ്ടത് എന്ന് സെലക്ട് ചെയ്ത് പറയേണ്ടത്. എന്നിട്ട് താഴെ ഏത് മൂവിയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് ഏത് മൂവിക്കാണോ വരുന്നത് അതായിരിക്കും നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ കാര്യം നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ മറക്കാതെ ഒരു ലൈക്കും. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോയാലോ. കഥയുടെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ ഈ അന്യൻ സിനിമ കണ്ടിട്ടുണ്ടല്ലോ, മൾട്ടിപ്പിൾ പേഴ്സണൽ ഡിസോർഡർ എന്ന് പറയുന്ന ഒരു അസുഖത്തെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരാൾ തന്നെ പല ആളുകളുടെ സ്വഭാവം കാണിക്കുക. ഏറ്റവും ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ അന്യൻ സിനിമ. ഇപ്പോൾ അതുപോലെയുള്ള ആളുകളെല്ലാം അവർ വെറുതെ അഭിനയിക്കുകയാണ്. എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തനിക്കിതുപോലെ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട്, അത് കാരണമാണ് ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്തത് എന്ന് വെറുതെ കള്ളം പറയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സൈക്കാട്രിക് ഡോക്ടറുണ്ട്. പേര് ക്യാര എന്നാണ്. ഇതാണ് നമ്മുടെ ഈ കഥയിലെ നായിക. ഇപ്പോഴും തന്നെ കാണിക്കുമ്പോൾ കോട്ടയും സ്യൂട്ടും എല്ലാം ഇട്ട് ഒരു പാവത്തെ പോലെ ഇരിക്കുന്ന ഇവൻ ഒരു 12 വയസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കൊന്നിട്ട് അവനെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അവൻ പറഞ്ഞത് താനല്ല ഇത് ചെയ്തത്, തൻ്റെ ഉള്ളിലെ മറ്റൊരു കഥാപാത്രമാണ്, തനിക്ക് ഇതുപോലെ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട്, അതുകൊണ്ട് അവനല്ല ഇത് ചെയ്തതെന്ന് പറഞ്ഞിട്ടിരിക്കുമ്പോൾ പോലീസ് അത് വിശ്വസിച്ചു. പക്ഷെ നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ അവൻ്റെ മുന്നിലിരിക്കുന്നത് അവൻ്റെ കള്ളങ്ങളെല്ലാം പൊളിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഹീറോയിൻ പോലീസുകാരോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കുറ്റവാളിയെ ഞാൻ ഒരുപാട് കാലം റിസർച്ച് ചെയ്തിരുന്നു, പക്ഷേ നിങ്ങൾ തന്നെ നോക്ക്, ഇത്രയും കാലം ഞാൻ അവനെ റിസർച്ച് ചെയ്തിട്ടും അവൻ്റെ ഉള്ളിൽ നിന്ന് മറ്റൊരു കഥാപാത്രം ഒരിക്കലും പുറത്തു വന്നിട്ടില്ല. അങ്ങനെ ഒരു ക്യാരക്ടർ അവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് പോലെ അവനാണ് ഇത്രയും കാലം അഭിനയിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇത് വെച്ചിട്ട് അവൻ ഒരിക്കലും ശിക്ഷ കൊടുക്കാതിരിക്കരുത്, അവന് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുത്തേ മതിയാവും. ഇല്ല അങ്ങനെ നിങ്ങൾ കൊടുക്കാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ അവൻ ഇനിയും ഈ പേരും പറഞ്ഞിട്ട് ഒരുപാട് കുട്ടികളെ കൊല്ലും എന്ന് ഹീറോയിൻ ആ ഒരു റിപ്പോർട്ടെല്ലാം ഒഫീഷ്യൽസിന് കൈമാറുന്നതും ഇപ്പോൾ ഹീറോയിൻ അത്രയും വലിയൊരു സൈക്കാട്രിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഹീറോയിൻ പറയുന്നത് എന്തായാലും ശരിയാണ് എന്ന് മനസ്സിലാക്കി ആ കുറ്റവാളിക്ക് അന്ന് രാത്രി തന്നെ പോലീസ് മരണശിക്ഷ കൊടുക്കാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യം കുറ്റവാളിക്ക് ഇതുപോലെ ഒരു ശിക്ഷ കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ കുറച്ച് സമാധാനമായില്ലേ? അതുപോലെ തന്നെ എനിക്ക് സമാധാനമായി. ഇതുപോലെയാണ് നമ്മുടെ നാട്ടിലും ഓരോ തെറ്റുകൾ ചെയ്യുന്നവർക്ക് കിട്ടേണ്ട ശിക്ഷ, അതും കൂടുതലായിട്ടും കുട്ടികളെ ഉപദ്രവിക്കുന്നവർക്ക്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ കുടുംബത്തെ കാണിക്കുമ്പോൾ ഹീറോയിന് ഒരു മകളുണ്ട്, അതേപോലെ തന്നെ അച്ഛനും. അവളുടെ ഭർത്താവാണെങ്കിൽ ഒരു 3 വർഷങ്ങൾക്ക് മുന്നേ മരണപ്പെട്ടു. ഹീറോയിൻ ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ നാട്ടിൽ വന്ന് താമസിക്കുന്നത്. അതുപോലെ തൻ്റെ മകളെയാണെങ്കിലോ അവളുടെ സഹോദരൻ, അവൾക്കൊരു സഹോദരൻ കൂടി ഉണ്ട്, അവൻ്റെ പേര് സ്റ്റീഫൻ എന്നാണ്, അവനോടൊപ്പം വിട്ടിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ തൻ്റെ മകൾക്ക് ആണെന്നെല്ലാം വിളിച്ച് ചോദിച്ച് ഹീറോയിൻ നാട്ടിലേക്ക് തിരിച്ചു പോകാനായിട്ട് ഫ്ലൈറ്റ് കയറാനായിട്ട് വരുമ്പോഴാണ് ഹീറോയിൻ്റെ അച്ഛനിപ്പോൾ ഹീറോയിനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയും, നീ നാട്ടിൽ വന്ന ഉടനെ തന്നെ എന്നെ കാണാനായിട്ട് വരണം, കാരണം നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്, അവൻ്റെ പേര് ഡേവിഡ് എന്നാണ്, നിനക്ക് പറ്റിയൊരു പേഷ്യൻ്റാണ്, എത്ര എവിടെ നിന്ന് ഇവിടേക്ക് വരണം എന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും, അല്ലച്ചാ നിങ്ങൾ മാസാമാസം ഇതുപോലുള്ള പേഷ്യൻസിനെല്ലാം എവിടെ നിന്നാണ് കണ്ടുപിടിക്കുന്നത്? അല്ല ആരാവൻ അവൻ്റെ ഡീറ്റെയിൽസ് പറയുമ്പോഴത്തേക്കും ഹീറോയിൻ്റെ അച്ഛൻ അത് പറയാൻ തയ്യാറല്ല, നേരിട്ട് വന്ന് തന്നെ കാണാൻ പറയും. അങ്ങനെ ഹീറോയിൻ ഫ്ലൈറ്റ് പിടിച്ചിട്ട് നേരെ നാട്ടിലേക്ക് ചെന്ന് ഹീറോയിൻ നേരെ വരുന്നത് അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക്. അങ്ങനെ ഡേവിഡ് എന്ന് പറഞ്ഞ ഒരു പേഷ്യൻ്റ് ഹീറോയിൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് വന്നിട്ട് തന്നെ 2 ദിവസമേ ആയിട്ടുള്ളൂ. അങ്ങനെ അച്ഛൻ്റെ ഓഫീസിലെ ഒരു റൂമിൽ ഹീറോയിൻ ഇരിക്കുമ്പോഴത്തേക്കും ഡേവിഡ് എന്ന് പറഞ്ഞ ഒരു പേഷ്യൻറ്റിനെ അവളുടെ മുന്നിലേക്ക് വീൽ ചെയറിൽ തള്ളിക്കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ ഒരു ആക്ടറിനെ ഒന്ന് നോക്കി വെച്ചോ, കാരണം ഇവൻ്റെ കുറേ സിനിമകൾ നല്ലതാണ്, അതെല്ലാം നമുക്കിനി കണ്ടുപിടിച്ച് ചെയ്യാം. അങ്ങനെ ഡേവിഡിനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവൻ്റെ പേരെന്താണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഭയങ്കര ശാന്തമായിട്ടാണ് സംസാരിക്കുന്നത്. നിന്റെ വീട്ടിൽ എത്ര ജനാലകളുണ്ട്? ഒരു 10 ജനാലകളുണ്ട്, കൂടാതെ മുൻവശത്തെ ഡോറിൽ ഒരു സ്റ്റാറിന്റെ ഹോളും ഉണ്ട്, പക്ഷെ അത് തുറക്കാനായിട്ട് കഴിയത്തില്ല എന്ന് പറയുന്നത് ഹീറോയിൻ.
നിനക്ക് ഞാൻ കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരാം. അത് കണ്ടിട്ട് നിനക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ അതിനോട് പറയണമെന്ന് പറയുമ്പോൾ അവൻ ആ ഒരു ഫോട്ടോസ് എല്ലാം നോക്കിയിട്ട് ആദ്യത്തെ ഫോട്ടോയിൽ 2 കുട്ടികൾ കളിക്കുന്നത് പോലെയും രണ്ടാമത്തെ ഫോട്ടോയിൽ ഒരു ആനക്കുട്ടി, 3-ലും 4-ലും നമ്പറുകളാണ്. പക്ഷെ കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ നമ്പർ കാണത്തില്ല. കുറച്ചുകൂടി സൂക്ഷിച്ച് നോക്കിയാൽ ആ ഒരു നമ്പർ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ആ 2 നമ്പറുകളും കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ഹീറോയും വിചാരിക്കും ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചു, അവൻ എല്ലാത്തിനും കറക്റ്റായിട്ട് തന്നെയാണ് ആൻസർ പറഞ്ഞത്, ഇവനൊരു കുഴപ്പമില്ല, ഇങ്ങനെയുള്ള ഒരുത്തനെ എന്തുകൊണ്ട് അച്ഛൻ വിളിച്ചോണ്ട് വന്നു എന്നുള്ള സംശയം ഹീറോയിനുണ്ട്. അങ്ങനെ ഹീറോയിൻ വെളിയിലേക്ക് വന്നിട്ട് അവളുടെ അച്ഛനോട് എന്തു പറ്റിയച്ചാ ഇതുപോലെ ഒരാളെ എന്തിനാ കൊണ്ടുവന്നേ ചോദിക്കുമ്പോൾ അവളുടെ അച്ഛൻ പറയും നിക്കി മോളെ, ഇനിയാണ് മെയിൻ ടെസ്റ്റ് തന്നെ വരാൻ പോകുന്നത് എന്നും പറഞ്ഞ്. ഇപ്പൊ ആ റൂമിനകത്തൊരു ഫോണുണ്ട്, അതിലേക്ക് അവളുടെ അച്ഛൻ വിളിക്കാണ്. അപ്പോൾ ഡേവിഡ് ആ ഒരു ഫോൺ എടുക്കും. എന്നിട്ട് അവളുടെ അച്ഛൻ ഡേവിഡിനോട് പറയും അല്ല ഡേവിഡ്, എനിക്ക് ആഡമിനോടൊന്ന് സംസാരിക്കണം, അവൻ്റെ കയ്യിലൊന്ന് ഫോൺ കൊടുക്കാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ഡേവിഡ് പറയും ആഡമോ? ഡോക്ടർ, ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതും ഇല്ല ഡേവിഡ്, എനിക്കെന്ന് അവനോട് സംസാരിച്ചാൽ മാത്രം മതി, ഒന്ന് ഫോൺ കൊടുക്കാൻ കഴിയുമെന്ന് ചോദിക്കുന്നതും അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇവർ വെളിയിലിരുന്ന് കാണുന്നുണ്ട്. അവിടെയാണ് ഒരു 1-1 ടെസ്റ്റ്. പെട്ടെന്ന് അവന്റെ രീതിയെല്ലാം മാറുന്നു. ഈ അന്യന്റെ അമ്മായിയുടെ മകനാണെന്ന് തോന്നുന്നു. ഇപ്പൊ പെട്ടെന്ന് അവന്റെ ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റം വരുന്നത് പോലെ അവൻ കിടന്ന് കുറെ നേരം വിറച്ചിട്ട് എന്തൊക്കെയോ കാണിച്ച് ഇപ്പോൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വന്നിട്ട് ഫോൺ എടുത്ത് സംസാരിക്കാണ്. പറയൂ ഡോക്ടർ, ഞാൻ ആഡമാണെന്ന് പറയുന്നതും എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും ഒന്നുമില്ല, എന്റെ മകൾക്ക് നിന്നോടൊന്ന് സംസാരിക്കണമെന്ന്. അകത്ത് വന്ന് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും, അതിന് മറുപടി മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്യുന്നതും ഹീറോയിൻ ഇപ്പൊ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഹീറോയിൻ അകത്തേക്ക് പോയിട്ട് ആഡമിനോടാണ് സംസാരിക്കുന്നത്. ഇതിനു മുന്നേ ഡേവിഡ് ആണെങ്കിൽ വളരെ പാവമായിട്ടാണ് സംസാരിച്ചത്. പക്ഷെ ആഡം അങ്ങനെയല്ല, കുറച്ച് ആക്റ്റീവായിട്ട് ആറ്റിറ്റ്യൂഡെല്ലാം കാണിച്ച് ആ രീതിയിലാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഹീറോയിൻ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുന്നേ തന്നെ ആഡം നിങ്ങളാണോ ആ ഒരു ഡോക്ടറിന്റെ മകള്? 3 വർഷങ്ങൾക്ക് മുന്നേ നിങ്ങളുടെ ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞു, ആരാ കൊന്നത്, എന്താ സംഭവിച്ചത് എന്നെല്ലാം ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഹീറോയിൻ അതിനുള്ള കാരണങ്ങളെല്ലാം പറഞ്ഞിട്ട് ഓക്കെ, എന്റെ കഥ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇനി നിന്റെ പറ്റി ചോദിക്കാം. നിന്റെ പേരെന്താ? ആഡം. നിനക്ക് ഡേവിഡ് എന്ന് പറഞ്ഞ ആരെങ്കിലും അറിയോ? ഡേവിഡോ? അതാരി? അല്ല, നിന്റെ വീട്ടിൽ എത്ര ജനാലകളുണ്ട്? ഒന്നുണ്ടാവും. പിന്നെ കഥയിലെ സ്ക്വയർ ഷേപ്പിലെ വേറെ ഒന്നുണ്ട്, മൊത്തത്തിൽ 2 അപ്പോൾ ഹീറോയിൻ പറയും ശരി, ഞാൻ നിനക്ക് കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരാം, അതിൽ നോക്കിയിട്ട് അതിൽ എന്താണ് കാണുന്നതെന്ന് എന്നോട് പറയാൻ പറയുമ്പോൾ അതിന് മുന്നേ തന്നെ അവൻ പറയും എന്തോ ഉണ്ടാവാൻ കുറെ മൃഗങ്ങളും അക്ഷരങ്ങളും, ഇത് മാത്രമല്ലേ, ഇതല്ലേ ഇപ്പൊ കാണിക്കാൻ പോകുന്നേ എന്ന് പറയുന്നത്. നേരത്തെ ഡേവിഡിനോട് ഈ അക്ഷരങ്ങൾ ചെറിയ രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു ഫോട്ടോ കാണിച്ചിരുന്നല്ലോ, അതെടുത്ത് കാണിച്ചു കൊടുത്തിട്ട് ഇവനോട് അതിൽ എന്തുണ്ടെന്ന് നോക്കാൻ പറയുമ്പോൾ അവൻ അതിൽ അക്ഷരങ്ങൾ കാണാൻ കഴിയുന്നില്ല. ഇപ്പൊ അതിനുശേഷം മറ്റൊരു ഫോട്ടോ എടുത്ത് കാണിക്കുമ്പോൾ അതിൽ നമ്പർ പോലും ഇല്ല, വെറും ഡിസൈൻ മാത്രമേ ഉള്ളൂ. ഇതിലെന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിൽ 7 എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ടെന്ന് അവൻ പറയാണ്. എന്താന്ന് വെച്ചാൽ അതിൽ 7 എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട്, പക്ഷേ റെഡ് കളറിലുള്ള ഒരു ലെൻസ് വെച്ചിട്ട് കണ്ടാൽ മാത്രമേ ആ നമ്പർ കാണാൻ കഴിയത്തുള്ളൂ. അപ്പോൾ സാധാരണ കാണാൻ കഴിയുന്ന ഒരു നമ്പർ കാണിച്ചപ്പോൾ അവന് കാണാൻ കഴിയുന്നില്ല. ലെൻസ് വെച്ചിട്ട് മാത്രം കാണാൻ കഴിയുന്ന നമ്പറാണെങ്കിലോ അവന് കാണാനും കഴിയുന്നുണ്ട്. ഇതെങ്ങനെ മനസ്സിലാവും എന്ന് വിചാരിച്ചിട്ട് ഹീറോയിൻ അവന്റെ കണ്ണ് തന്നെ സൂക്ഷിച്ചു നോക്കുമ്പോഴത്തേക്കും അവന്റെ കണ്ണിൽ ഇതുപോലെ റെഡ് കളർ ഉണ്ട്. എന്താന്ന് വെച്ചാൽ നേരത്തെ ഡേവിഡിനോട് സംസാരിക്കുമ്പോൾ അവന്റെ കണ്ണിൽ ഇതുപോലെ റെഡ് കളർ ഒന്നും കണ്ടിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ആടമായിട്ട് മാറിയതും അവന്റെ കണ്ണിന്റെ നിറവും മാറുന്നുണ്ട്. പക്ഷെ ഇതെങ്ങനെയെന്ന് ഹീറോയിന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടേബിളിലെ ഫയലെല്ലാം താഴേക്ക് വീഴുമ്പോൾ ഹീറോയിൻ അത് എടുക്കാനായിട്ട് കൊനിയും. അവിടെയാണ് അടുത്തൊരു ടെസ്റ്റ്. ഇത്രയും നേരം ഡേവിഡിനോട് സംസാരിക്കുമ്പോൾ അവൻ വീൽ ചെയറിലാണ് ഇരുന്നത്. ഇപ്പോഴാണെങ്കിലോ അവൻ എഴുന്നേറ്റ് കാലിന് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽക്കുന്നു. സത്യത്തിൽ ഡേവിഡിന് ആ ഒരു ആക്സിഡന്റ് സംഭവിച്ചത് കുറച്ച് നാളുകൾക്ക് മുന്നേ ആണ്. അതുപോലെ മെഡിക്കൽ റെക്കോർഡ്സിലാണെങ്കിലോ അവന്റെ കാലിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, ഒരിക്കലും എഴുന്നേറ്റ് നിൽക്കാനും കഴിയത്തില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ ഇതെങ്ങനെ അവൾക്കത് മനസ്സിലാവുന്നത് പോലുമില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൺഫേം ആണ്, ഇപ്പോൾ ഇവള് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആഡം എന്ന് പറഞ്ഞ ഈ ഒരു ക്യാരക്ടറാണ് ഈ ശരീരത്തിന്റെ സ്വന്തക്കാരൻ. മറ്റേ ഡേവിഡ് എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടറിനെ ഇവൻ വെറുതെ അഭിനയിച്ച് കാണിക്കുന്നത് മാത്രമാണ്. അങ്ങനെ ഈ കാര്യത്തെ പറ്റി അവളുടെ അച്ഛനോട് പറയുമ്പോൾ അവളുടെ അച്ഛൻ പറയും എന്താ മോളെ, തുടക്കത്തിൽ തന്നെ ഇങ്ങനെയൊന്നും തീരുമാനിക്കാതെ, ഇനി ഈ സമയമുണ്ട്, അവന്റെ ഫയലും കാര്യങ്ങളെല്ലാം ഞാൻ നിനക്ക് അയച്ചു തരാം, എല്ലാം പഠിച്ചതിന് ശേഷം നമുക്ക് പിന്നീട് തീരുമാനിക്കാമെന്ന് പറഞ്ഞ് ഇപ്പോൾ ഹീറോയിനെ കൂട്ടി അവളുടെ വീട്ടിലേക്ക് പോവാണ്. കാരണം തന്റെ കൊച്ചുമകളെ കാണാൻ വേണ്ടി. അങ്ങനെ രണ്ടുപേരും സ്റ്റീഫന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് ഹീറോയിന്റെ മകളെയും കൂട്ടി നേരെ വീട്ടിലേക്ക് വരാണ്. ഇപ്പൊ രാത്രി വീട്ടിൽ വന്നതിന് ശേഷം ഹീറോയിന് ഒട്ടും ഉറക്കം വരുന്നില്ല. ഇപ്പൊ ആഡമിനോട് സംസാരിക്കുന്ന ഒരു വീഡിയോ അവളുടെ അച്ഛൻ എടുത്തിരുന്നു. അവന്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്കും ആ വീഡിയോ ഹീറോയിൻ പ്ലേ ചെയ്ത് കാണുകയാണ്. അതിലാണ് ഹീറോയിന്റെ അച്ഛൻ എന്റെ മരുമകൻ 3 വർഷങ്ങൾക്ക് മുന്നേ മരിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം ആഡമിനോട് പറഞ്ഞത്. അതേപോലെ തന്നെ സംസാരത്തിനിടയിൽ തന്നെ ഫോൺ വഴി അവനോട് എനിക്ക് മറ്റൊരു ക്യാരക്ടറിനോട് സംസാരിക്കണമെന്ന് പറയുമ്പോഴത്തേക്കും നേരത്തെ കണ്ടല്ലോ മറ്റൊരു ക്യാരക്ടറായിട്ട് അവൻ സംസാരിക്കുന്നത്, അതുപോലെ അവന്റെ ശരീരത്തിൽ എന്തോ മാറ്റം സംഭവിച്ചിട്ട് അവൻ അടുത്തൊരു ക്യാരക്ടറായിട്ട് അപ്പുവിനോട് സംസാരിക്കുന്നു. ഇപ്പൊ ആ ഒരു പ്രോസസ്സ് നടക്കുമ്പോഴത്തേക്കും ഹീറോയിൻ ആ വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്നുകൂടി കണ്ടു നോക്കുമ്പോൾ ആഡമിൽ നിന്നും ഡേവിഡിലേക്ക് മാറുമ്പോഴത്തേക്കും അവന്റെ കണ്ണിൽ ആ ഒരു ചുവന്ന കളർ ഉണ്ടല്ലോ അതുവരെ മാറുന്നുണ്ട്. ഇതെങ്ങനെയാണെന്ന് ഇപ്പോഴും മനസ്സിലാവാത്ത ഹീറോയിൻ അത് കഴിഞ്ഞ അടുത്ത ദിവസം
ഹീറോയിന്റെ അച്ഛന്റെ അടുത്തേക്ക് അവൻ വാണ്ടഡ് ആയിട്ട് വന്നതല്ല. അവൻ ഡേവിഡായിട്ട് ജീവിക്കുമ്പോഴത്തേക്കും അവൻ എന്തോ ഒരു കാര്യം സംഭവിച്ച് റോഡ് സൈഡിൽ കിടക്കുമായിരുന്നു. അങ്ങനെയാണ് ആളുകളെല്ലാം വന്ന് ചോദിച്ചേ നിന്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ഡേവിഡാണ്, ഇതുപോലെ എനിക്ക് കാലിന് സ്വാധീനമില്ല എന്നെല്ലാം പറഞ്ഞതുകൊണ്ടാണ് അവനെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ട് അവന്റെ പെരുമാറ്റത്തിൽ ഇതുപോലെ മാറ്റങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയ ഡോക്ടർ നേരെ ഹീറോയിന്റെ അച്ഛന്റെ അടുത്തേക്ക് അവനെ പറഞ്ഞു വിട്ടത്. അതുപോലെ ആ ഡോക്ടറിനാണെങ്കിലോ ഹീറോയിന്റെ അച്ഛനെയും നല്ലതുപോലെ അറിയാം, അതേപോലെ തന്നെ ഹീറോയിനെ നല്ലതുപോലെ അറിയാം. ആ ഡോക്ടറും അതേപോലെ തന്നെ ഹീറോയിന്റെ അച്ഛനും ഹീറോയിനെ ഇടയ്ക്ക് കിറ്റി എന്നുള്ളൊരു പേര് വിളിക്കും. അതുപോലെ നിന്റെ അച്ഛനാണെങ്കിൽ ഇതുപോലെയുള്ള കേസുകളൊക്കെ എടുക്കുമല്ലോ, അതുകൊണ്ടാണ് നിന്റെ അച്ഛൻ്റെ അടുത്തേക്ക് ഞാൻ അവനെ പറഞ്ഞു വിട്ടത്. എന്നാൽ ആ ഡോക്ടർ ഹീറോയിനോട് സംസാരിച്ച് ഓക്കെ നിന്റെ മകളെങ്ങനെയുണ്ട്, നല്ലതുപോലെയുണ്ട്, സുഖമാണെന്നെല്ലാം ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും ആ ഒരു കുഴപ്പമില്ല, അവൾ സുഖമായിട്ടിരിക്കുന്നു. ഒരു ദിവസം നിങ്ങൾ എന്തായാലും സ്കൂളിലേക്ക് വാ, അവളുടെ കുസൃതികളെല്ലാം നിങ്ങൾക്കും കാണാമെന്നും പറഞ്ഞ് ഹീറോയിൻ ഇപ്പോൾ അവന്റെ ഫയലും കാര്യങ്ങളെല്ലാം വാങ്ങിയിട്ട് ഈ ആശുപത്രിയിലുള്ള മറ്റൊരാളെ കാണണമെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. ഹീറോയിൻ പോകുന്നതും നമ്മുടെ ഡോക്ടറിന്റെ മുതുകിലെ ഡോക്ടറിന്റെ കഴുത്തിലെ എന്തോ ഒരു ചിരങ്ങുള്ളതുപോലെ അയാള് അതിലിട്ടിങ്ങനെ ചൊറിയുന്നുണ്ട്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ നേരെ മറ്റൊരു ഡോക്ടറിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഡേവിഡിന് നടക്കാൻ കഴിയത്തില്ല, അവന്റെ നട്ടലൊടിഞ്ഞതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. പക്ഷെ അങ്ങനെയുള്ള ഒരുത്തൻ ആടമായിട്ട് മാറുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് നടക്കുന്നുണ്ട്, ഇതെങ്ങനെ സാധ്യമാവും, എന്തായാലും അവന്റെ എക്സ്റേ എടുത്ത് പരിശോധിക്കാന്ന് പറഞ്ഞ് അവൻ ഡേവിഡായിട്ടിരിക്കുമ്പോൾ എടുത്ത എക്സ്റേ ഉണ്ടല്ലോ അതെടുത്ത് നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് അവന്റെ എല്ലുകൾ ഒടിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതേ സമയമാണ് അടുത്ത ടെസ്റ്റ് ആഡമായിട്ടിരിക്കുന്ന സമയത്ത് അവന്റെ എക്സ്റേ എടുത്ത് നോക്കുമ്പോഴത്തേക്കും അവന്റെ എല്ലുകൾക്ക് ഒരു കുഴപ്പവുമില്ല. ഇതെങ്ങനെയാണെന്ന് ഇപ്പോഴും നമ്മുടെ ഹീറോയിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവൻ എന്തോ ഒരു മാജിക് ചെയ്യുന്നുണ്ട് എന്ന് മാത്രമാണ് അവൾ ഇപ്പോൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അവൻ എന്തായാലും അഭിനയിക്കാണ്. അവനോട് ചോദിച്ചെന്തായാലും അത് മനസ്സിലാക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് മറ്റൊരു വഴി അത് കണ്ടുപിടിക്കണമെന്നും പറഞ്ഞ് ഡേവിഡ് എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടറല്ലേ ഹീറോയിനോട് സംസാരിക്കുമ്പോഴത്തേക്കും അവൻ ഏത് സ്കൂളിലാണ് പഠിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് അവന്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യാമെന്നും പറഞ്ഞിട്ട് അവൻ പഠിച്ച സ്കൂളിലേക്ക് വന്ന് അവൻ ഏത് വർഷമാണോ പഠിച്ചത് ആ വർഷം ആ സ്കൂളിലെടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെടുത്ത് നോക്കും. അപ്പൊ അതിലെ ഡേവിഡ് എന്ന് പറഞ്ഞ ഒരാളുടെ പേരുണ്ട്. പക്ഷേ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാല് ഇപ്പോൾ ഉള്ള ഡേവിഡ് അല്ല, ആ ഫോട്ടോയിലുള്ളത് അത് വേറൊരുത്തൻ. അങ്ങനെ ഈ കാര്യം ഇവിടെ ഹീറോയിൻ അന്വേഷിക്കുമ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോഴത്തേക്കാണ് ആഡം കട്ടിൽ കിടന്ന് ഉറങ്ങാണ്. പെട്ടെന്ന് അവന്റെ ഉള്ളിലേക്ക് എന്തോ ഒരു കറുത്ത രൂപം കയറുന്നതുപോലെ. അപ്പോഴും തന്നെ അവൻ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നു. അന്യൻ സിനിമ കണ്ടതുപോലെ തന്നെ പെട്ടെന്ന് അവന്റെ രീതിയും മാറുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ കാണിക്കുമ്പോഴത്തേക്കാണ് ഹീറോയിന് ആ ഡോക്ടർ ഇതുവരെയും ആഡമിന്റെ ഫയലും കാര്യങ്ങളൊന്നും അയച്ചിട്ടില്ല. അപ്പൊ അത് ഇതുവരെ അയച്ചില്ല എന്നും പറഞ്ഞിട്ട് ഹീറോയിൻ ആ ഡോക്ടറിനെ വിളിച്ച് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയും അയ്യോ സോറി കാര, ഞാനത് മറന്നുപോയി, നാളെ രാവിലെ തന്നെ അത് ഞാൻ നിനക്ക് അയച്ചു തരാം എന്നും പറഞ്ഞിട്ട് ഈ ഡോക്ടർ ചെറിയ രീതിയിൽ ചുമക്കുന്നുണ്ട്. അതുപോലെ രാവിലെ കാണിക്കുമ്പോൾ അയാളുടെ ഈ ചൊറിയുള്ളതായിട്ട് കണ്ടിരുന്നല്ലോ അതിപ്പോ മുതുകിൽ മൊത്തമായിട്ട് ഭയങ്കര വലുതായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ അയാൾ പെട്ടെന്ന് മണ്ണ് പോലെ എന്തോ ഒരു കാര്യം ഛർദ്ദിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ഡേവിഡ് ഏത് സ്കൂളിലാണോ പഠിച്ചത് അവിടെ നിന്ന് അവന്റെ അഡ്രസ്സ് വാങ്ങി അവൻ താമസിച്ച ആ ഒരു വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ആ ഗ്രാമത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ അവിടെ പല വീടുകളിലും ആൾതാമസമൊന്നുമില്ല. അതുമല്ല കുറെ വീടുകളിൽ ഒരുപാട് സിമ്പലുകളെല്ലാം വരച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ വഴി ചോദിക്കാന്ന് പറഞ്ഞ് ഒരിടത്തേക്ക് വണ്ടി നിർത്തിയിട്ട് അവിടെയുള്ള ഒരു അപ്പൂവനോട് വഴി ചോദിക്കുമ്പോൾ അയാൾ കയ്യിലൊരു പാമ്പിനെ വെച്ചിട്ട് അതിന്റെ വിഷം എടുത്തോണ്ടിരിക്കുകയാണ്. ഹീറോയിൻ ഇത്രയും ചോദ്യം ചോദിച്ചിട്ടും വായിലെന്തോ പഴം തിരികെ വെച്ചതുപോലെ അപ്പൂവൻ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. അങ്ങനെ തന്നെ നോക്കിയിരിക്കും. ഇനിയിപ്പോ ഇങ്ങനോട് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല, സ്വയമായിട്ട് തന്നെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞ അവസാനം ഹീറോയിൻ ഡേവിഡിന്റെ വീട് കണ്ടുപിടിക്കും. അങ്ങനെ ആ ഒരു വീടിനകത്തേക്ക് കയറി ചെല്ലുമ്പോഴാണ് ഡേവിഡിനോട് ചോദിക്കുമ്പോൾ തന്നെ അവന്റെ വീട്ടിൽ എത്ര ജനാലകളുണ്ട് എന്നെല്ലാം ചോദിക്കുമ്പോൾ അവൻ കറക്റ്റായിട്ട് ഇത്ര ജനാലകളുണ്ട്, അതേപോലെ തന്നെ ഒരെണ്ണത്തിൽ സ്റ്റാറിന്റെ ഒരു സിമ്പിൾ ഉണ്ട് എന്നെല്ലാം പറഞ്ഞിരുന്നല്ലോ. അതുപോലെ എല്ലാ കാര്യങ്ങളും അവന്റെ വീട്ടിലുണ്ട്. പക്ഷെ അകത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും വീടിനകത്ത് ആരെയും കാണുന്നില്ല. ഓക്കെ ഗാർഡന്റെ ഭാഗത്തേക്ക് പോയി നോക്കാന്ന് പറഞ്ഞ് ഇറങ്ങി വരുമ്പോൾ അവിടെ തന്നെ ഡേവിഡിന്റെ അമ്മ നിൽപ്പുണ്ട്. അപ്പോൾ ഹീറോയിൻ അവരോട് ചോദിക്കും അല്ലമ്മ നിങ്ങളുടെ മകൻ ഡേവിഡ് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് അടുത്തൊരു ട്വിസ്റ്റ്, നീ നിൽക്കുന്നതേ അവന്റെ മുകളിലാണെന്ന് പറയുന്നതും കാണിക്കുമ്പോൾ വേറൊന്നുമല്ല, ഡേവിഡ് വർഷങ്ങൾക്ക് മുന്നേ തന്നെ മരിച്ചുപോയി. അതും 1980 തന്നെ അവൻ മരണപ്പെട്ടു. അല്ല എങ്ങനെയാ അവൻ മരണപ്പെട്ടതെന്ന് ചോദിക്കുമ്പോൾ അവൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഒരു ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴുമ്പോഴാണ് അവന്റെ നട്ടലിന് ഒരു പ്രശ്നം ഉണ്ടായിട്ട് അവന് നടക്കാൻ കഴിയാതായത്. അതിനുശേഷം അവന്റെ ജീവിതം മുഴുവനായിട്ടും വീൽ ചെയറിലായിരുന്നു. അതുമല്ല അവന് വീണ്ടും എഴുന്നേറ്റ് നടക്കാൻ വേണ്ടി നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. കുറെ നാള് തന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് എപ്പോഴും ദൈവത്തിനോട് പ്രാർത്ഥന മാത്രമായിരുന്നു. പക്ഷെ അതിലെ അവനൊരു മാറ്റവും സംഭവിച്ചില്ല. അതുകൊണ്ട് തന്നെ അവൻ ദൈവവിശ്വാസത്തിൽ നിന്നും പതിയെ സയൻസിലേക്ക് വിശ്വസിക്കാൻ തുടങ്ങി. ആ സമയത്ത് തന്നെ പട്ടണത്തിൽ നിന്നും ഒരു ഡോക്ടർ വന്നിട്ട് ഞാൻ നിന്നെ രക്ഷിക്കാം, സയൻസിലൂടെ അതിലെ മരുന്നുകൾ വെച്ചിട്ട് നിന്നെ ഞാൻ രക്ഷിക്കാം, അതുകൊണ്ട് നീ ആഴ്ചയിൽ ഒരു ദിവസം എന്നെ കാണാനായിട്ട് വരണം എന്നും പറഞ്ഞ് ഡേവിഡ് എല്ലാ ദിവസവും ഇവിടെ നിന്ന് ബസ് വിളിച്ച് ആ ഡോക്ടറെ കാണാൻ വേണ്ടി പട്ടണത്തിലേക്ക് പോകും. പക്ഷെ അതിലും വലിയ റിസൾട്ടൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇവൻ വീട്ടിൽ നിന്നും ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് അവന് കാലിന് സ്വാധീനമുള്ള ഒരു പയ്യനാണെന്ന് പോലും നോക്കാതെ കുറച്ചുപേർ അവനെ തട്ടിക്കൊണ്ടുപോയിട്ട് ഒരു കാടിനകത്ത് വെച്ച്
അവനെ ചെയ്യാൻ പാടില്ലാത്ത പലതും ചെയ്ത് അവസാനം എൻ്റെ മകനെ കൊല്ലുമായിരുന്നു. പക്ഷേ മന്ത്രവാദികൾ ചെയ്ത എന്തോ ചടങ്ങിന്റെ ഭാഗമായിട്ടാണ് അവൻ മരണപ്പെട്ടതെന്ന് പലരും പറയുന്നുണ്ട്. പക്ഷെ പോലീസ് ഒരിക്കലും അത് വിശ്വസിച്ചില്ല. ഇതുവരെയും ആ കേസിനെ പറ്റി ഒരു കാര്യവും കണ്ടുപിടിക്കാനും കഴിഞ്ഞിട്ടില്ല എന്നെല്ലാം ഡേവിഡിന്റെ അമ്മ വളരെ വിഷമത്തോടെ തന്നെ ഈ കാര്യം പറയാണ്. അപ്പൊ അന്ന് നടന്ന ആ ഒരു സംഭവത്തെ പറ്റി പേപ്പറുകളിലെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അതല്ല ഇപ്പോൾ ഹീറോയും വായിച്ചു നോക്കിയിട്ട് ഓ അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ആഡം എന്ന് പറഞ്ഞ അവൻ ഡേവിഡിനെ പോലെ അഭിനയിക്കുന്നത്. അത് ഉടനെ തന്നെ പൊളിച്ച് കയ്യിൽ കൊടുക്കാം എന്നും പറഞ്ഞിട്ട് ഹീറോയിൻ കണ്ടുപിടിച്ച എല്ലാ കാര്യങ്ങളും അവളുടെ അച്ഛനോട് പറയുന്നതും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും അവളുടെ അച്ഛൻ്റെ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് ഡേവിഡിന്റെ യഥാർത്ഥ അമ്മയുണ്ടല്ലോ അവരെയും കൂട്ടിയിട്ടാണ് വരുന്നത്. ഇപ്പൊ ആഡമിന്റെ മുന്നിലെ ഡേവിഡിന്റെ അമ്മ ഇരുത്തിയിട്ട് ഹീറോയിൻ ചോദിക്കും, അല്ല ആഡം, നിനക്ക് ഇവരെ അറിയോ? ഈ അമ്മയ്ക്ക് ഡേവിഡ് എന്ന് പറഞ്ഞൊരു മകനുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുന്നേ അവനെ ആരെയോ കൊന്നു എന്ന് പറയുമ്പോൾ ആഡം പെട്ടെന്ന് അയ്യോ പാവം, നിങ്ങളുടെ മകൻ മരിച്ചുപോയോ? സോറി, പക്ഷെ നിങ്ങൾ ആരാണെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോൾ അവൻ സാധാരണ പോലെ ആ ഒരു ആഡമിനെ പോലെ തന്നെയാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ അച്ഛൻ വെളിയിൽ നിന്ന് ആ ഒരു ഫോൺ വഴി ആഡമിനെ വിളിക്കും. എന്നിട്ട് പറയും, ആഡം എനിക്ക് ഡേവിഡിനോട് സംസാരിക്കണം എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് ഈ ഫാൻ കിടന്ന് കറങ്ങുന്നത് പോലെ പെട്ടെന്ന് അവൻ്റെ തലയെല്ലാം കിടന്ന് കറങ്ങിയിട്ട് നിമിഷ നേരം കൊണ്ട് അവൻ ഡേവിഡായിട്ട് മാറുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഡേവിഡിനെ പോലെ സംസാരിക്കുന്നു. ഇപ്പോൾ ഹീറോയിൻ ഇതെല്ലാം നേരത്തെ തന്നെ അറിയാം. പക്ഷെ ആ ഒരു അമ്മയ്ക്ക് അത് അറിയത്തില്ലല്ലോ. അവർ പെട്ടെന്ന് ഇത് കണ്ടിട്ട് ഇതേതാ ഈ ഭ്രാന്തനെന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇപ്പൊ അവരങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ആഡമിനെ ഡേവിഡിന്റെ അമ്മയെ അറിയത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ ഡേവിഡ് വെളിയിൽ വന്നപ്പോൾ അവരെ നോക്കിയിട്ട് അമ്മ എന്നിങ്ങനെ വിളിക്കുന്നതും ആ അമ്മ പറയും, സോറി മോനെ, നീ എൻ്റെ മകനല്ലല്ലോ. എൻ്റെ മകൻ മരിച്ചിട്ട് ഒരുപാട് വർഷമായി, പിന്നെ നിനക്ക് എങ്ങനെ എന്നെ അമ്മ എന്ന് വിളിക്കാൻ കഴിയും എന്ന് ചോദിക്കുന്നതും അടുത്ത ഓരോ കാര്യങ്ങളായിട്ട് ഡേവിഡ് പറയുമ്പോഴത്തേക്കും ഇത് കേൾക്കുന്ന ആ ഒരു അമ്മയ്ക്കും അതേപോലെ തന്നെ ഹീറോയിനും ടെസ്റ്റോട് ടെസ്റ്റാണ്. എന്താണെന്ന് വെച്ചാൽ ഡേവിഡിനും അവൻ്റെ അമ്മയ്ക്കും മാത്രം അറിയാവുന്ന കാര്യങ്ങളുണ്ടല്ലോ അതെല്ലാം ഓരോന്നായിട്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അപ്പോഴും ഡേവിഡിന്റെ അമ്മ അതൊന്നും വിശ്വസിക്കുന്നില്ല. അപ്പോഴാണ് അവൻ പറയുന്നത്, അമ്മ നിങ്ങളുടെ പോക്കറ്റിലെ ഒരാണി വെച്ചിട്ടില്ലേ, നമ്മൾ രണ്ടുപേരും കൂടി ചേർന്ന് ആ ഒരു ആണി ഒരു ഐലൻഡിൽ നിന്നാണ് കണ്ടുപിടിച്ചത്. ആ ആണി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരിക്കലും പിശാചുകൾ നമ്മുടെ അടുത്തേക്ക് വരത്തില്ല എന്ന് പറഞ്ഞ് ഇപ്പോഴും അത് പോക്കറ്റിൽ വെച്ചിട്ടില്ലേ എന്ന് ചോദിക്കുന്നതും ഡേവിഡിന്റെ അമ്മ പോക്കറ്റിൽ കൈയിട്ട് ആ ഒരു ആണി പുറത്തേക്ക് എടുക്കുന്നു. പക്ഷെ എങ്ങനെയാണ് ഇതവന് മനസ്സിലാവുന്നത്? അവനിപ്പോൾ മകനാണെന്ന് വിശ്വസിക്കാനും കഴിയുന്നില്ല, വിശ്വസിക്കാതിരിക്കാനും കഴിയുന്നില്ല. കാരണം അവർക്കും അവരുടെ മകനും അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഇവൻ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ തന്നെ ആ ഒരു അമ്മ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. ഇപ്പോൾ ഡേവിഡ് ആയതുകൊണ്ട് തന്നെ ചെയറിലിരിക്കുവാണ്, അവന് നടക്കാൻ കഴിയത്തില്ലല്ലോ. അതുകൊണ്ട് കരഞ്ഞുകൊണ്ട് അവനും അവിടെ തന്നെ ഇരിക്കുന്നു. ഇപ്പോൾ ഹീറോയിനും എന്താണ് നടക്കുന്നതെന്ന് അറിയത്തില്ല. കാരണം ആഡം ഡേവിഡിനെ പറ്റിയുള്ള കാര്യങ്ങൾ ന്യൂസ് പേപ്പറിലൂടെയാണ് മനസ്സിലാക്കി പറയുന്നതെങ്കിൽ ഇപ്പൊ അവന്റെ അമ്മയ്ക്കും അവനും മാത്രം അറിയാവുന്ന കാര്യങ്ങളെല്ലാം എങ്ങനെ അവൻ പറഞ്ഞു. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തൊരു മാർഗം, ഡേവിഡിന്റെ കൊലപാതകം എവിടെയാണ് നടന്നത് അവിടെ തന്നെ അവനെ കൊണ്ടുപോയി കഴിഞ്ഞാലേ അവിടെ വെച്ചിട്ട് അവൻ എന്തെങ്കിലും ഓർത്തെടുക്കാൻ കഴിഞ്ഞാലോ എന്ന് മനസ്സിലാക്കി ഹീറോയിൻ ഇപ്പോൾ ഡേവിഡിനെ കൊണ്ട് അവനെ കൊന്നല്ലോ ആ സ്ഥലത്തേക്ക് പോവാണ്. അങ്ങനെ ഡേവിഡിനെ വീൽ ചെയറിൽ അവിടേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും അത് കണ്ടിട്ട് ഡേവിഡിന് ആ ഒരു സ്ഥലം അറിയാൻ കഴിയുന്നില്ല. അപ്പോൾ ഹീറോയിൻ പറയും, അതെങ്ങനെ മനസ്സിലാവും? നീ ഡേവിഡിനെ പോലെ ആക്ട് ചെയ്ത് കഴിഞ്ഞാലേ എല്ലാം അങ്ങ് നിനക്ക് മനസ്സിലാവുമെന്നാണോ എന്ന് പറയുമ്പോഴാണ് ഡേവിഡ് പെട്ടെന്ന്, അല്ല നിൽക്കുന്നത്, ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, അന്ന് എന്നെ അവരിവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്കും രാത്രിയായിരുന്നു. ഇപ്പോൾ പകലിൽ കൊണ്ടുവന്നത് കൊണ്ടാണ് എനിക്ക് മനസ്സിലാവാത്തത്. അന്നാണെങ്കിലോ നല്ല മഞ്ഞുണ്ടായിരുന്നു, കൂടാതെ ഈ സൈഡിലൊരു ഷെഡുണ്ട്. ഞാൻ പേടിച്ച് വീൽ ചെയറിലിരിക്കുമ്പോൾ ആ കുറ്റാക്കൂരി ഇരുട്ടിലെ ആരോ ഒരാൾ എൻ്റെ പിറകിൽ വരുന്നു. ദേ ആ ഭാഗത്തു നിന്ന് ഒരു കറുത്ത രൂപം എൻ്റെ അടുത്തേക്ക് വരുമായിരുന്നു എന്നും പറഞ്ഞിട്ട് അന്ന് ഡേവിഡിന് സംഭവിച്ച ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇപ്പോൾ അവൻ്റെ അടുത്തേക്ക് ആരോ വരുന്നത് പോലെ അവൻ പേടിച്ചങ്ങനെ ഇരിക്കും. ഹീറോയെ നോക്കിയിട്ടാണെങ്കിലോ അവിടെ വേറെ ആരെയും കാണുന്നതുമില്ല. അതുമല്ല നല്ല രീതിയിൽ കാറ്റുകൂടി അടിക്കുന്നതും ഹീറോയും വിചാരിക്കും, ഓക്കെ എന്തായാലും ഇവിടെ നിൽക്കുന്നത് ശരിയല്ല, കൊണ്ടുപോകാന്നും പറഞ്ഞിട്ട് ഹീറോയിൻ കാറിൽ കൊണ്ടുവരുമ്പോൾ ഒരു ഡ്രൈവറുമായിട്ടാണ് വന്നിരുന്നത്. ഇപ്പൊ ആ ഡ്രൈവറിനെ ഹീറോയിൻ കുറച്ച് ദൂരെ മാറി നിന്നിട്ട് അയാളോട് ഇവിടേക്ക് വരാൻ പറയും, കാരണം ഡേവിഡിനെ കൊണ്ടുപോകാൻ വേണ്ടി. അങ്ങനെ ഹീറോയിൻ ഫോണിൽ സംസാരിക്കുമ്പോൾ ഡേവിഡിനെ വീണ്ടും അന്യം കയറുകയാണ്. പെട്ടെന്ന് അവന്റെ രീതിയെല്ലാം മാറിയിട്ട് അവൻ ആടമായിട്ട് മാറുകയാണ്. ഇപ്പോൾ ഹീറോയിൻ ഫോൺ വിളിച്ച് പെട്ടെന്ന് തിരിയുന്നതും ഹീറോയിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു ആഡം. അടിപൊളി, കുറച്ചുകൂടി അടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഉമ്മ വയ്ക്കും. അപ്പോഴാണ് ഹീറോയിൻ ചോദിക്കുന്നത്, അല്ല ആഡം ഇത്ര അടുത്ത് വന്ന് നിൽക്കുന്നതിനാ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെയാണ് അടുത്തൊരു ട്വിസ്റ്റ്. എന്താന്നല്ലേ, മുന്നിൽ നിൽക്കുന്ന അവൻ പറയും, ആഡമോ, ആഡമാരി എന്ന് പറഞ്ഞിട്ട് ഇതുവരെയും വെളിയിൽ വരാത്ത വേറെ ഏതൊരു ക്യാരക്ടർ വന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ഹീറോയിൻ എന്തായാലും കാര്യം മനസ്സിലായി, ഇത് വേറെ എന്തോ ആണെന്ന്. അതുകൊണ്ട് ഒന്നും അറിയാത്തതുപോലെ നിൽക്കണ്ട എന്ന് വിചാരിച്ച് ഹീറോയിൻ പറയും, ഓ ഞാൻ ആഡമെന്നാണല്ലേ പറഞ്ഞത്, സോറി എനിക്ക് പെട്ടെന്ന് മാറിപ്പോയി. ആഡമെന്ന് പറഞ്ഞിട്ട് നിന്നെപ്പോലെ തന്നെ കാണാനുള്ള വേറൊരാളുണ്ടായിരുന്നു, അതാണ് എനിക്ക് അങ്ങനെ തോന്നിയത് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ഡ്രൈവർ അവിടേക്ക് വരുന്നു. അപ്പോൾ ഹീറോയിൻ പറയും, ഓക്കെ നമുക്ക് പോകാനായിട്ട് സമയമായി, ഈ സ്ഥലം കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോഴാണ് ഇദ്ദേഹത്തെ കണ്ടത്, ഇയാളുടെ പേര് ഞാൻ മറന്നുപോയി എന്നും പറഞ്ഞിട്ട് ഹീറോയിൻ ഇങ്ങനെ ആലോചിക്കുമ്പോൾ അവിടെ നിൽക്കുന്ന അവൻ പറയും, എൻ്റെ പേര് വെസ്ലി എന്ന് പറയുന്നതും
ആ വെസ്ലി വെസ്ലി ഇപ്പോഴാ ഓർമ്മ വന്നത്. നല്ലവരാണ്, വാ നമുക്ക് പോവാം, സമയം ഇപ്പോൾ കുറെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു വിധത്തില് അവന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട ഹീറോയിൻ നേരെ അവളുടെ അച്ഛനെ കാണാനായിട്ട് പോവാണ്. എന്നിട്ടാണ് അവളുടെ അച്ഛനെ അടുത്തേക്ക് ചെന്നിട്ട്, ഓ അപ്പൊ അവന്റെ ഉള്ളിൽ മൂന്നാമത് വെസ്ലി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം, എന്നിട്ടാണ് എന്നോട് ആ കാര്യം പറയാതിരുന്നതല്ലേ, എന്തിനാ അച്ഛൻ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത് ചോദിക്കുമ്പോഴാണ് അവളുടെ അച്ഛനൊരു കാര്യം പറയുന്നത്. ഇവിടെയാണ് മറ്റൊരു കാര്യം, ഹീറോയിൻ ഒരിക്കലും സയൻസിൽ വിശ്വസിക്കത്തില്ല. അവളെ സംബന്ധിച്ചിടത്തോളം മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞൊരു സംഭവമില്ല, അവർ ഇതുപോലെ അഭിനയിക്കുന്നതാണ് എന്നാണ് നീ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നിന്നോട് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്തായാലും അത് വിശ്വസിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നേരിട്ട് തന്നെ നീ അനുഭവിച്ചറിയേ. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരാളെ നിന്റെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവന്നത്. ഒരുപക്ഷെ നീ ഇപ്പോഴും പറയാണ് ഇതുപോലെ സയൻസ് ഇല്ല, അവൻ ഇങ്ങനെ ഒരു അസുഖവും ഇല്ല എന്നാണ് നീ ഇപ്പോഴും പറയുന്നതെങ്കിൽ നീ തന്നെ അത് തെറ്റാണെന്ന് തെളിയിച്ചു കാണിച്ച എന്ന് അവളുടെ അച്ഛൻ പറയുന്നതും ഓക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അത് കഴിഞ്ഞ് ഈ ട്രീറ്റ്മെന്റ് റൂം ഉണ്ടല്ലോ, അവിടെ വെസ്ലി എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടറുമായിട്ട് ഹീറോയിൻ സംസാരിക്കുകയാണ്. ഹീറോയിന്റെ അച്ഛൻ വെളിയിൽ നിന്നിട്ട് ഇതെല്ലാം കാണുന്നുണ്ട്. ഇപ്പോ ഹീറോയിൻ ചോദ്യങ്ങൾ ചോദിക്കാൻ വരുന്നതിന് മുന്നേ തന്നെ വെസ്ലി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളിപ്പോ ഒരു ഡോക്ടർ അല്ലേ, നിങ്ങൾ എന്ത് വിശ്വസിച്ചാണ് ഈ ഒരു ജോലിയിൽ മുന്നോട്ട് പോകുന്നത്? ദൈവത്തിന് വിശ്വസിച്ചോ അതോ സയൻസിൽ വിശ്വസിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും രണ്ടിലും. കാരണം ദൈവം നമ്മളോട് ഈ ഒരു വഴിയെ പോകാനായിട്ടാണ് പറയുന്നത്, പക്ഷെ ആ ഒരു വഴിയിൽ പോകാനായിട്ട് ഒരു കാര്യം വേണം, അതാണ് സയൻസ് എന്ന് ഹീറോയിൻ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും ഇപ്പോ ഇവന്റെ ഉള്ളിലുള്ള വെസ്ലി എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടറിനെ പറ്റി എന്തായാലും അറിയണമല്ലോ. അവനെ പറ്റി ഹീറോയിൻ കണ്ടുപിടിക്കുന്നുണ്ട്. 1994 തന്നെ അവൻ മരിച്ചുപോയി. ഇപ്പൊ അവൻ മരിച്ചുപോയ ആ ഒരു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ എല്ലാം ഇവനെ കാണിച്ചു കൊടുത്തിട്ട്, ഓക്കെ ഇതിനെപ്പറ്റി നിനക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടെന്ന് ചോദിക്കുമ്പോൾ വെസ്ലിയുടെ ഉള്ളില് അവൻ കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നതായിട്ടും പെട്ടെന്നൊരു കറുത്ത രൂപം കാറിനുള്ളിൽ നിന്നും അവന്റെ കഴുത്തിലേക്ക് പിടിച്ച് ഞെരിക്കുന്നത് പോലെയും അവനിപ്പോ ഓർമ്മ വരുന്നുണ്ട്. ഇപ്പൊ അതെല്ലാം ആലോചിച്ചിട്ട് എന്നെ വിടുന്നെല്ലാം പറഞ്ഞ് പെട്ടെന്ന് അന്യനായിട്ട് മാറുന്നതും മയങ്ങി താഴെ വീഴുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുന്നതോ ഡേവിഡ്. അതുമല്ല വെളിയിൽ വന്ന ഡേവിഡ് ആണെങ്കിലോ ഒരു മ്യൂസിക് അങ്ങനെ മൂളുന്നുണ്ട്. അപ്പൊ ഈ ഒരു മ്യൂസിക്കിനെ പറ്റി ഡേവിഡിന് അറിയാന്നുണ്ടെങ്കിൽ ഡേവിഡിന്റെ അമ്മയ്ക്കും ഈ മ്യൂസിക് എന്തായാലും അറിയാം. അതുകൊണ്ട് ഹീറോയിൻ അടുത്തായിട്ട് നേരെ പോകുന്നത് ഡേവിഡിന്റെ അമ്മയുടെ അടുത്തേക്കാണ്. എന്നിട്ട് ഈ മ്യൂസിക്കിനെ പറ്റി നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിക്കുമ്പോൾ അറിയാലോ, ഡേവിഡിന് ആക്സിഡന്റ് സംഭവിച്ചിട്ട് അവൻ ഹോസ്പിറ്റലിലേക്ക് കിടക്കുമ്പോൾ അവൻ സ്വന്തമായിട്ട് നിർമ്മിച്ചൊരു മ്യൂസിക്കാണിത്. അവനല്ലാതെ ഈ മ്യൂസിക് വേറെ ആർക്കും അറിയത്തില്ല. അവൻ എപ്പോഴൊക്കെ വിഷമപ്പെടുന്നു, എപ്പോഴൊക്കെ പേടിക്കുന്നു, ആ സമയത്ത് അവനെ തന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവനത് മൂളുന്നത്. അപ്പോൾ ഹീറോയിൻ പറയും, അപ്പോൾ നിങ്ങൾ പറയുന്നത് വെച്ച് നോക്കിക്കഴിഞ്ഞാല് അവനെ കൊല്ലുന്ന സമയത്ത് അവൻ പേടിച്ചിരിക്കണം, അപ്പോൾ അവൻ ആ ഒരു മ്യൂസിക് മൂളാനായിട്ട് സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഒരുപക്ഷെ ആയിരിക്കാം എന്ന് പറയുന്നതും ഡേവിഡ് കൊല ചെയ്യുന്ന സമയത്ത് ആഡമിന് വെറും 6 വയസ്സ്. അങ്ങനെയാണെങ്കിലേ ഡേവിഡിനെ കൊല്ലുന്ന സമയത്ത് ആഡമും അവരോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അപ്പോഴാ ഒരു മ്യൂസിക് ഡേവിഡ് മൂളിയപ്പോൾ അത് ഓർത്തു വെച്ച് ഇപ്പോൾ അവനാണ് ഡേവിഡ് എന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടി നമ്മുടെ മുന്നിൽ അതേ മ്യൂസിക് മൂളുന്നത്. അതുകൊണ്ട് ഇനിയും ആഡമിന് ഇതുപോലെ എന്നെ പറ്റിക്കാനായിട്ട് കഴിയത്തില്ല, അതെന്തായാലും കണ്ടുപിടിച്ചേ മതിയാവുള്ളെന്ന് പറഞ്ഞ് ആഡമിന്റെ വീടിന്റെ അഡ്രസ്സ് കണ്ടുപിടിച്ചിട്ട് ഹീറോയിൻ നേരെ അവിടേക്ക് പോവാണ്. അങ്ങനെ അവന്റെ വീട്ടിലെത്തുമ്പോൾ ഡേവിഡ് എങ്ങനെയാണ് അവന്റെ വീട്ടിലെ ജനാലകളെ പറ്റി പറഞ്ഞത് അതുപോലെ ആഡമും പറഞ്ഞിരുന്നു. അപ്പൊ അതെല്ലാം കറക്റ്റ് തന്നെയാണ്. അങ്ങനെ ആ വീടിന് മുന്നിലേക്ക് ചെന്നിട്ട് ഡോറ് തട്ടുമ്പോഴത്തേക്കും അതിനകത്ത് ആരെയും കാണുന്നില്ല, പകരം ഒരു നായ മാത്രമേ അതിനകത്തിരുന്ന് കുരയ്ക്കുന്നുള്ളൂ. അപ്പോൾ മുൻവശത്തോടെ എന്തായാലും പോകാൻ കഴിയത്തില്ല. ഹീറോയിൻ വീടിന്റെ പുറകു വശത്തോടെ വീടിനകത്തേക്ക് കയറും. അങ്ങനെ അകത്തേക്ക് കയറിയിട്ട് ഹലോ ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്നും ചോദിച്ച് ഓരോ മുറിയായിട്ട് ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ഇവിടെയാണ് അടുത്തൊരു ടെസ്റ്റ്. ഇത്രയും നേരം ഹീറോയിൻ ആരെയാണോ ആഡമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് അവൻ ഒരിക്കലും യഥാർത്ഥ ആഡമല്ല. യഥാർത്ഥ ആഡം അവന്റെ വീട്ടിലെ ബാത്ത് ടബിൽ മരിച്ചു കിടക്കുന്നു. അതും അവൻ മരിച്ചിട്ട് കുറേ നാളായിട്ടുണ്ട്. അതുപോലെയാണ് ബോഡി കിടക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ തന്നെ ഹീറോയിൻ അവിടേക്ക് പോലീസിനെല്ലാം കൊണ്ടുവന്ന് അവന്റെ ശരീരം അവിടുന്ന് എടുത്തോണ്ട് പോകുന്നു. അതുമല്ല ഈ ശരീരം കണ്ട ഒരേ ഒരു സാക്ഷി ഹീറോയിൻ മാത്രമാണല്ലോ. അതുമല്ല ആഡമാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരുത്തൻ ഫേക്കായിട്ട് ചുറ്റി നടക്കുന്നുണ്ട്. അവൻ എന്തായാലും ചോദ്യം ചെയ്യണമല്ലോ, അതുകൊണ്ട് പോലീസ് അവനെ വിളിക്കാനും ആളെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അങ്ങനെ ഈ കാര്യം ഹീറോയിനോട് പറയുമ്പോഴത്തേക്കാണ് ഹീറോയിൻ പെട്ടെന്നൊരു കാര്യം ആലോചിക്കുന്നത്. ഹീറോയിന്റെ മകളെ സ്കൂളിൽ നിന്നും അവളെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് മറന്നുപോയി. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഹീറോയിന്റെ മകള്, അവളുടെ പേര് സാമി എന്നാണ്, സാമി ഇപ്പോൾ അവളുടെ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് കളിക്കുകയാണ്. അതേ സമയം അവളുടെ അടുത്ത് ഒരാൾ ഇരിപ്പുണ്ട്, വേറെ ആരുമല്ല ആഡം. അവനിപ്പോൾ ഏത് ക്യാരക്ടറിലാണെന്ന് പോലും അവൾക്ക് അറിയത്തില്ല. അങ്ങനെ ഹീറോയിൻ ഓടി വന്ന് സാമിയെ പിടിച്ച് മാറ്റിയിട്ട് അല്ല നീ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇനി എൻ്റെ ഫാമിലിയുടെ അടുത്തേക്ക് നീ വന്നു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ എന്ന് ഇങ്ങനെ ഹീറോയിൻ പറയുമ്പോഴത്തേക്കും ആഡം പെട്ടെന്ന് പറയും അല്ല കാര നീയല്ലേ പറഞ്ഞ സ്കൂളിലേക്ക് വാ, എൻ്റെ മകളെ കാണ്, അവളെ കണ്ടു കഴിഞ്ഞാൽ അവളുടെ വികൃതികളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും എന്നല്ല എന്നോട് പറഞ്ഞത് എന്ന് പറയുന്നതും അടുത്ത ഒരു ടെസ്റ്റ്. ഇങ്ങനെ ഹീറോയിൻ ആരോടാണ് പറഞ്ഞത്? ഹീറോയിന്റെ അച്ഛനും ഹീറോയിനും പരിചയമുള്ള ആ ഒരു ഡോക്ടറിനോടാണ്. ഇപ്പൊ ആ ഡോക്ടറിന്റെ രീതിയിൽ തന്നെ ഇവ സംസാരിക്കുമ്പോൾ ഹീറോയിൻ പറയും അല്ല നീ എന്തൊക്കെയാ പറയുന്നത് ചോദിക്കുമ്പോൾ കിറ്റി നീ എന്താ ഇപ്പൊ എങ്ങനെയല്ല സംസാരിക്കുന്നേ എന്ന് ചോദിക്കുന്നതും കൺഫേം ഇതാ ഒരു ഡോക്ടർ തന്നെയാണ്.
അതുപോലെ അവൻ പറയുന്നുണ്ട് ഞാൻ തന്നെയാണ് ആ ഒരു ഡോക്ടർ എന്നും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ തന്റെ മകളെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കുളിപ്പിക്കുമ്പോഴത്തേക്കാണ് ഹീറോയിൻ പറയുന്നത്, അല്ല മോളെ, അറിയാത്ത ആളുടെ അടുത്തേക്ക് പോരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ സാമി പറയും, ഇല്ലമ്മ, അറിയാത്ത ആളുകളുടെ അടുത്തേക്ക് പോരുതെന്നല്ലേ പറഞ്ഞേ. എന്റെ പേര് പറഞ്ഞതുകൊണ്ടാണ് എന്നെ അറിയാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അയാളോട് പോയി സംസാരിച്ചത്. അപ്പോൾ ഹീറോയിൻ ചോദിക്കും, ഓക്കെ, നിങ്ങൾ രണ്ടുപേരും എന്താ സംസാരിച്ചതെന്ന് ചോദിക്കുമ്പോൾ അയാൾ എന്നോട് ചോദിച്ചത് നിനക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടോ എന്നാണ്. ഞാൻ പറഞ്ഞു വിശ്വാസം ഇല്ലാന്ന്. ഒരുപക്ഷെ ദൈവം ഉണ്ടെന്നുണ്ടെങ്കിൽ 3 വർഷങ്ങൾക്ക് മുന്നേ അച്ഛനെ ആരോ കൊന്നല്ലോ, അച്ഛനെ ദൈവം രക്ഷിക്കുമായിരുന്നു. പക്ഷെ ഒരിക്കലും അങ്ങനെ സംഭവിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ അയാളോട് അങ്ങനെ പറഞ്ഞത് എന്ന് സാമി കുറച്ച് ഫീലിംഗ് ആയിട്ട് സംസാരിക്കുന്നതും. ഇപ്പോൾ ഹീറോയിൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അയ്യോ മോളെ, അങ്ങനെയൊന്നും പറയരുത്. ദൈവം ഇല്ലാത്തത് കൊണ്ടല്ല അച്ഛനെ രക്ഷിക്കാത്തത്, ദൈവത്തിന് അച്ഛനെ അത്ര ഇഷ്ടമായതുകൊണ്ട് അച്ഛനെ മറ്റൊരു ലോകത്തേക്ക് ദൈവം കൊണ്ടുപോയതാണ്. അതുകൊണ്ട് ഇനി മുതൽ ഇങ്ങനെയൊന്നും സംസാരിക്കരുത് എന്നെല്ലാം പറഞ്ഞിട്ട് അവളെ കുളിപ്പിക്കുമ്പോഴത്തേക്കും അവളുടെ മുതുകില് എന്തോ ഒരു ചെറിയ മുറിവ് ഇങ്ങനെ കാണുന്നുണ്ട്. പക്ഷെ ഇത് നമ്മുടെ ഹീറോയിൻ അത്ര വലിയ കാര്യമാക്കി എടുക്കുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ അവളുടെ അച്ഛനെ വിളിച്ച്, അച്ഛാ, നമുക്കറിയാവുന്ന ഒരു ഡോക്ടറില്ലേ, ആ ഡോക്ടറിനെ പോലെ ആഡം എന്നോട് സംസാരിച്ചെന്ന് പറയുമ്പോൾ ഇവിടെയാണ് ഹീറോയിന്റെ അച്ഛൻ അടുത്തൊരു കാര്യം പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഇതിനു മുന്നേ നമ്മൾ ഡോക്ടറിനെ കാണുമ്പോഴത്തേക്കും ഡോക്ടറിന്റെ മുതുകിൽ മുഴുവനായിട്ടും ആ ഒരു മുറിവൊക്കെ ഉണ്ടായിരുന്നല്ലോ, അത് കാരണം ഡോക്ടർ മരിച്ചു എന്ന് പറയും. അപ്പൊ ഇത് കേട്ട് ഹീറോയിൻ ഷോക്ക് ആകുമ്പോഴത്തേക്കും ഹീറോയിന്റെ അച്ഛൻ ആ ഡോക്ടർ അവസാനമായിട്ട് ഹീറോയിനോട് സംസാരിക്കുമ്പോൾ ഫോണിൽ ചെറിയ രീതിയിൽ ചുമച്ചിരുന്നല്ലോ, അതുപോലെ തന്നെ ഹീറോയിന്റെ അച്ഛനും ചുമക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ ആഡം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നപ്പോൾ അവിടെ റെക്കോർഡ് ചെയ്ത വീഡിയോസ് എല്ലാം അവൾ ഒന്നുകൂടി കണ്ടു നോക്കാണ്. അതിലൊരു സീനിൽ നമ്മൾ തന്നെ കണ്ടിരുന്നു, അവൻ രാത്രിയിൽ കിടക്കുമ്പോഴത്തേക്ക് അവന്റെ ഉള്ളിലേക്ക് എന്തോ ഒരു കറുത്ത രൂപം കയറുന്നത് പോലെ. അതേ കാര്യം ഹീറോയിനും കാണുന്നുണ്ട്. അങ്ങനെ ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഹീറോയിൻ നേരെ സ്റ്റീഫന്റെ അടുത്തേക്ക് ചെല്ലും. സ്റ്റീഫൻ, ഇതെന്താണെന്ന് നീ ഒന്ന് കണ്ടുപിടിച്ച് വെക്കണം, എനിക്കിപ്പോൾ വേറൊരു ജോലിയുണ്ട് എന്നും പറഞ്ഞ് അവന്റെ കയ്യിൽ അത് ഏൽപ്പിച്ച് ഹീറോയിൻ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ഇപ്പോൾ ആഡമിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി ആ ഒരു പോലീസുകാരൻ വന്നിട്ടുണ്ട്. ഹീറോയിനും കൂടെ തന്നെയുണ്ട്. ഇപ്പോൾ യഥാർത്ഥ ആഡമിന്റെ വീട്ടില് അവന്റെ ശരീരം ഇവർ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും അവന്റെ മുതുകിലെ എന്തോ ഒരു വലിയ സിമ്പൽ ഉണ്ടായിരുന്നു. ആ ഫോട്ടോ ഇപ്പൊ ഈ ആഡമിന് കാണിച്ചു കൊടുത്തിട്ട്, നീ ആരുടെ പേരിലാണോ ഇപ്പോൾ വേഷം മാറി നടക്കുന്നത്, അവൻ മരിച്ചിട്ട് തന്നെ കുറെ ദിവസങ്ങളായി, എന്നിട്ട് അവന്റെ പേരും പറഞ്ഞ് നീ ഇപ്പൊ നടക്കുന്നു, അവനെ കൊന്നത് നീയല്ലേ, അവന്റെ മുതുകിലെ ആ ഒരു മുറിവുണ്ടാക്കിയത് നീയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇത് കണ്ട ആഡമിന് ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ ഹീറോയിന് അതെന്തോ മനസ്സിലാവുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ഹീറോയിൻ ഡേവിഡിനെ അന്വേഷിച്ച് അവന്റെ നാട്ടിലേക്ക് പോകുമ്പോൾ ഈ ആൾതാമസമില്ലാത്ത വീടിന് വെളിയിൽ കുറെ സിമ്പലുകളൊക്കെ അവൾ കണ്ടിരുന്നല്ലോ. ആ സിമ്പലും ഇതും സെയിം ആണ്. ഇവിടെ ആ ഒരു പോലീസുകാരൻ യഥാർത്ഥ ആഡം ഇവനാണോ ഇല്ലയോ എന്ന് പോലും അറിയത്തില്ല. പക്ഷെ അവൻ മരിച്ചെന്നുള്ള കാര്യം അവൻ തന്നെ കേൾക്കുമ്പോഴത്തേക്കും അവൻ എങ്ങനെയാണ് മരിച്ചത് എന്നുള്ള കാര്യം പെട്ടെന്ന് അവന്റെ മൈൻഡിൽ വന്നു പോകുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഏതോ ഒരു കറുത്ത രൂപം അവന്റെ അടുത്തേക്ക് വന്ന് അവനെ കൊല്ലുന്നത് പോലെ. എന്നിട്ട് അവൻ പറയും, ഇല്ല, എനിക്കൊന്നും അറിയത്തില്ല, എന്നെ വെറുതെ വിടെന്ന് പറഞ്ഞ് അവൻ ബഹളം വെക്കുമ്പോൾ ഹീറോയിൻ ഇപ്പോൾ ആ ഒരു പോലീസുകാരനെ വിളിച്ച് മാറ്റിയെടുത്തിട്ട്, ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു സിമ്പലിനെ പറ്റിയല്ലേ അറിയേണ്ടത്, ഇവൻ എന്തായാലും ഇപ്പോൾ വിട്ടേക്ക്, ആ ഒരു സിമ്പൽ എന്താണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ തന്നെ ആ ഒരു സ്ഥലത്ത് പോയിട്ട് അതിനെപ്പറ്റി കണ്ടുപിടിച്ച് നിങ്ങളെ അറിയിക്കാമെന്ന് പറഞ്ഞ് ഹീറോയിൻ നേരെ പോകുന്നത് ഡേവിഡിന്റെ അമ്മയുടെ അടുത്തേക്കാണ്. എന്നിട്ട് ഈ ഒരു സിമ്പലിനെ പറ്റി ചോദിക്കുമ്പോഴാണ് ഹീറോയിന്റെ അമ്മ പറയുന്നത്, മോളെ, നീ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്, അതുകൊണ്ട് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങളെല്ലാം വിശ്വസിക്കാനായിട്ട് നീ ഇപ്പോൾ തയ്യാറാവണം. നീ ഇവിടെ നിന്നും ഈ മലയുടെ ഏറ്റവും അവസാനം ഏറ്റവും മുകളിലേക്ക് പോകണം. അവിടെ ചെല്ലുമ്പോൾ ആരോരും ഇല്ലാത്ത ആളുകൾ താമസിക്കുന്നൊരു സ്ഥലമുണ്ട്. അവരെ കാണുമ്പോൾ ഗ്രാനി എന്ന് പറഞ്ഞ ഒരാളെ കാണണമെന്ന് നീ അവരോട് പറയണം. അവർ നിന്നോട് ഇതിനുള്ള ഉത്തരങ്ങളെല്ലാം തരുമെന്ന് പറയുന്നതും ഹീറോയിൻ ഇവിടുന്ന് നേരെ പോകുന്നത് അവർ പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്കാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്കാണ് കണ്ണ് കാണാൻ കഴിയാത്തൊരു മുത്തശ്ശി ഇവിടെയുള്ള ആളുകളോടൊപ്പം താമസിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് കണ്ണ് കാണാൻ കഴിയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ അവർക്ക് എല്ലാം കാണാം. അതെങ്ങനെയാണെന്നല്ലേ, ഇപ്പോൾ ഹീറോയിന്റെ അടുത്തേക്ക് ഒരു ചെറിയ പെൺകുട്ടി നടന്നു വരുന്നത് ഹീറോയിൻ ആ ഒരു പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ ആ പെൺകുട്ടിയിലൂടെ അവർ ഹീറോയിനോട് സംസാരിക്കുകയാണ്. ഹീറോയിനെ കാണാനും കഴിയുന്നുണ്ട്. എന്നിട്ട് ഹീറോയിൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ആ പെൺകുട്ടിയിലൂടെ തന്നെ അവർ മറുപടിയും പറയുന്നു. എന്താന്ന് വെച്ചാൽ അവർക്ക് എന്തോ ഒരു സൂപ്പർ നാച്ചുറൽ പവർ ഉള്ളതുപോലെ. ഇപ്പോൾ ഹീറോയിൻ ആ ഒരു പേപ്പറിൽ വരച്ചുകൊണ്ട് വന്ന ഒരു സിമ്പിൾ ഉണ്ടല്ലോ, അതൊരു ക്രോസ് സിമ്പിൾ ആണെന്നാണ് അവൾ വിചാരിച്ചത്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല മോളെ, ഞാൻ പറഞ്ഞാൽ നീ അതൊരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല എന്നാ ഒരു മുത്തശ്ശി ഹീറോയിനോട് പറഞ്ഞിട്ട്, അതുകൊണ്ട് നീ എന്തായാലും ഇവിടെ നിന്ന് പോയിക്കോ, ഒരു കാര്യമില്ല എന്ന് പറയുന്നതും ഇവിടെ സ്റ്റീഫന്റെ കയ്യിലെ ഒരു വീഡിയോ കൊടുത്തിട്ട് വന്നിരുന്നല്ലോ ആ ഒരു കറുത്ത ഷാഡോ എന്താണെന്ന് അറിയാൻ വേണ്ടി അവൻ പല രീതിയിൽ അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ടും നടക്കുന്നില്ല. അങ്ങനെ നോക്കിയിരിക്കുമ്പോഴത്തേക്കാണ് സാമി അടുത്തുള്ളൊരു ഡ്രമ്മില് അവൾ മ്യൂസിക് ഇങ്ങനെ പ്ലേ ചെയ്യുന്നു. അപ്പൊ അതിന്റെ ആ ഒരു വൈബ്രേഷൻ തരംഗങ്ങളുണ്ടല്ലോ, അത് അവൻ അറിയാൻ കഴിയുന്നുണ്ട്. ഇത് കാണുമ്പോഴത്തേക്ക് അവനൊരു കാര്യം വിചാരിക്കും, ഓക്കെ, ഒരുപക്ഷെ ആ ഒരു വീഡിയോയിൽ കണ്ട കറുത്ത ഷാഡോ ഒരു തരംഗമാണെങ്കിലോ, അതുകൊണ്ട് ആ ഒരു കറുത്ത ഷാഡോയെ ഒരു തരംഗമായിട്ട് കൺവേർട്ട് ചെയ്ത് അതെന്താണെന്ന് അവൻ പ്ലേ ചെയ്ത് കേൾക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അവൻ അത്ഭുതപ്പെട്ടതുപോലെ കണ്ണെല്ലാം തുറന്നിങ്ങനെ നോക്കുന്നുണ്ട്. ഇവിടെ ഹീറോയിനെ കാണിക്കുമ്പോൾ ആ ഒരു മുത്തശ്ശി പോകാനായിട്ട് പറഞ്ഞിട്ടും ഹീറോയിൻ പോകാതെ അവിടെ തന്നെ ഒളിച്ചു നിന്നിട്ട് ഇപ്പോൾ അവരെന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ഒരു വീടുണ്ട്, അതിനുള്ളിലേക്ക് വന്ന് ഒളിച്ചു നോക്കുമ്പോഴത്തേക്കാണ് ഈ ഗ്രാമത്തിൽ തന്നെ വയസ്സായുള്ള ഒരു അപ്പവൻ, അയാൾക്കെന്തോ ശരീരം വയ്യാന്ന് തോന്നുന്നു, അയാളെ ഈ ഒരു മുത്തശ്ശിയുടെ മുന്നിലേക്ക് കൊണ്ട് കിടത്തുന്നുണ്ട്.
എന്നിട്ട് മുത്തശ്ശി എന്താ ചെയ്യുന്നറിയോ, പെട്ടെന്ന് എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ പറഞ്ഞിട്ട് അയാളുടെ വാ തുറന്ന് അയാളുടെ വായിലേക്ക് മുത്തശ്ശിയുടെ വാ വെച്ച് ഉള്ളിൽ നിന്നും എന്തോ ഒരു കറുത്ത കാര്യം വലിച്ചിങ്ങനെ എടുക്കുന്നു. എന്നിട്ട് അതൊരു പ്രത്യേക ഭരണിയുണ്ട്, അതിനുള്ളിലേക്ക് ഊതി അങ്ങ് വിടുകയും ചെയ്യും, അതങ്ങ് അടയ്ക്കുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് ആ അപ്പുവന്റെ വയറ് ഒരു കത്തി ഉപയോഗിച്ചിട്ട് കീറിയിട്ട് അതിനുള്ളിൽ എന്തോ ഒരു ഓപ്പറേഷൻ പോലെ ചെയ്ത് അത് കഴിഞ്ഞ് ആ ഒരു വയറ് തുന്നിക്കെട്ടിയതിനു ശേഷം അടച്ചു വെച്ച ആ ഒരു ഭരണി തുറന്ന് അതിൽ നിന്ന് ആ ഒരു കറുത്ത രൂപത്തെ വെളിയിലേക്ക് എടുത്ത് അത് വീണ്ടും ഈ ഒരു അപ്പുവന്റെ ഉള്ളിലേക്ക് തന്നെ പറഞ്ഞു വിടുന്നു. വേറൊന്നുമല്ല, അയാളുടെ ആത്മാവിനെയാണ് ഈ അമ്മൂമ്മ വാ കൊണ്ട് വലിച്ചെടുത്തത്. അങ്ങനെ ഹീറോയെ ശ്രദ്ധിച്ചു നോക്കുമ്പോഴത്തേക്കും ആഡമിന്റെ മുതുകിന് പിറകിൽ വരച്ചു വെച്ചിരുന്ന ആ ഒരു സിമ്പല് ഈ ഭരണിയിലുമുണ്ട്. അപ്പോഴാണ് ആ ഒരു മുത്തശ്ശി ഹീറോയിനെ കണ്ടിട്ട്, ഓക്കെ നീ പോയില്ലല്ലേ, ശരി അടുത്തേക്ക് വാ, ഈ ഒരു ഭരണിയിലെ ഇതിനെ വിളിക്കുന്ന പേരാണ് ഷെൽട്ടർ എന്നെന്തൊക്കെയോ കാര്യങ്ങള് ആ ഒരു മുത്തശ്ശി പറയുന്നതും ഇതെല്ലാം കേട്ട ഹീറോയിൻ അവിടെ നിന്ന് തിരിച്ച് ടൗണിലേക്ക് വരുന്നു. അവളുടെ ഫോണിലെ കുറെ വോയിസ് മെസ്സേജുകളെല്ലാം വന്നിട്ടുണ്ട്. ആഡമിനെ കുറേ നേരം ചോദ്യം ചെയ്തു, പക്ഷെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് നിന്റെ അച്ഛൻ്റെ അടുത്തേക്ക് തന്നെ അവനെ കൊണ്ട് വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ആദ്യത്തേത്. രണ്ടാമത്തേത്, ഹീറോയിൻ്റെ സഹോദരൻ സ്റ്റീഫൻ, ചേച്ചി ഞാൻ നിങ്ങളെ ഒരുപാട് തവണ വിളിച്ചു, നിങ്ങൾ എവിടെയാ പോയത്? ഓക്കെ നീ എന്നോട് ഒരു കാര്യം കണ്ടുപിടിക്കാൻ പറഞ്ഞില്ലേ, അതെന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചു, അതൊരു വോയിസ് ആക്കി മാറ്റിയിട്ട് ഞാൻ നിനക്ക് അയച്ചിട്ടുണ്ട്, അത് നീ കേട്ടു നോക്കാൻ പറയുന്നതും ഹീറോയിനിപ്പോ ആ ഒരു വോയിസ് മെസ്സേജ് ഉണ്ടല്ലോ അതെടുത്ത് എന്താണെന്ന് കേട്ടു നോക്കുകയാണ്. ക്രിസ്ത്യൻ മോർ, ഇനി വിശ്വാസമില്ലാത്തവരുടെ ഷെൽട്ടറാണ് നീ എന്നാണ് അതിൽ പറയുന്നത്. പക്ഷെ അതെന്താണ് ഉദ്ദേശിക്കുന്നതെന്നും അതിന്റെ അർത്ഥം എന്താണെന്ന് ഹീറോയിൻ അറിയത്തില്ല. അങ്ങനെ ഹീറോയിൻ പെട്ടെന്ന് സ്റ്റീഫനെ വിളിച്ചിട്ട് സ്റ്റീഫനോട് ചോദിക്കുമ്പോൾ സ്റ്റീഫൻ പറയും, ചേച്ചി ക്രിസ്ത്യൻ മോർ ആരാണെന്ന് ഞാൻ സെർച്ച് ചെയ്ത് നോക്കി, അയാള് 1889 ജീവിച്ചിരുന്നത്, അതും ഒരു ഫാദർ 1920 അയാൾ മരിച്ചത്. ഇത്ര മാത്രമേ എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞുള്ളൂ. ഓക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മില്യൺ ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, അവിടെ ചെന്നിട്ട് അവിടെ വയസ്സായിട്ടുള്ള ഒരാളുണ്ട്, അയാളോട് ക്രിസ്ത്യൻ മോറിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഇത് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ്, നീ അവിടേക്ക് പോയി നോക്കാൻ പറയുന്നതും ഹീറോയിൻ നേരെ അവിടേക്ക് പോന്നു. അതേസമയം സ്റ്റീഫനോടൊപ്പം ഹീറോയിന്റെ മകളുണ്ടല്ലോ, ഇപ്പൊ അവള് പതിയെ ചുമയ്ക്കുന്നുണ്ട്, കൂടാതെ അവള് കൈ വെച്ചിട്ട് അവളുടെ കഴുത്തും ചൊറിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിലേ ഇതിനു മുന്നേ മരിച്ചവർക്ക് സംഭവിച്ച അതേ കാര്യം സാമിക്കും സംഭവിക്കാൻ പോകുന്നു എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ കാര്യത്തെ പറ്റി അവൾ സ്റ്റീഫനോട് പറയുന്നുണ്ട്. അങ്ങനെ ഇവിടെ മില്യൺ ജംഗ്ഷൻ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്ത് കാണിക്കുമ്പോൾ ഹീറോയിൻ അവിടേക്ക് വന്നിട്ട് സ്റ്റീഫൻ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു അപ്പുവനെ കാണുന്നു. അപ്പോൾ അയാളുടെ പേര് വിർജിൽ എന്നാണ്. ഇപ്പോൾ വിർജിൽ അപ്പുവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നീ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ് മോളെ, ആ സമയത്ത് ഞാൻ ഒരു ചെറിയ പയ്യനായിരുന്നു, കൂടാതെ എൻ്റെ അച്ഛൻ എന്തൊക്കെ കാണുന്നു ആ കാര്യങ്ങളെല്ലാം വീഡിയോ എടുത്തു വെക്കുന്നൊരു പഴക്കമുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ അച്ഛനെടുത്ത കുറച്ച് വീഡിയോയും ഫോട്ടോസും എൻ്റെ കയ്യിലുണ്ട്. നീ പറഞ്ഞ ക്രിസ്ത്യൻ മോർ എന്ന് പറഞ്ഞ അയാൾ ഒരു ഫാദറാണ്, ദൈവത്തിൽ അത്രയും വിശ്വാസമുള്ള ഒരാൾ. അതേ സമയത്താണ് ആ നാട്ടിൽ ഭയങ്കരമായിട്ടുള്ള ഒരു അസുഖം വന്നത്. അതുപോലെ ക്രിസ്ത്യൻ മോർ ആണെങ്കിലോ ദൈവത്തിൽ ഒരുപാട് വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളാരും മരുന്നും കാര്യങ്ങളും എടുക്കേണ്ട ആവശ്യമില്ല, ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ അസുഖമെല്ലാം മാറുമെന്ന് ഈ അസുഖം ബാധിച്ച ജനങ്ങളോട് ക്രിസ്ത്യൻ മോർ പറഞ്ഞു. പക്ഷെ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഒരു ബലം ഉണ്ടായില്ല, ദൈവം ഒരൊറ്റ മനുഷ്യനെ പോലും രക്ഷിച്ചില്ല, എല്ലാവരും മരണപ്പെടുമായിരുന്നു. അതിൽ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു അസുഖം ഗ്രാമത്തിലുള്ള ആളുകൾക്ക് മാത്രമല്ല തൻ്റെ 2 പെൺമക്കളെയും ബാധിച്ചു. അത്രയും നാൾ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിനോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ക്രിസ്ത്യൻ മോർ തൻ്റെ മക്കൾക്ക് തന്നെ ആ ഒരു അസുഖം വന്നപ്പോൾ ആരും അറിയാതെ അവർക്ക് 2 പേർക്കും മരുന്ന് കൊടുക്കുകയായിരുന്നു ചെയ്തത്. പക്ഷെ ഈ കാര്യമാണെങ്കിലോ ഗ്രാമത്തിലുള്ള ആളുകൾ കണ്ടുപിടിക്കുകയും ചെയ്തു. ഇപ്പോൾ ഗ്രാമത്തിലുള്ള പകുതി ആളുകളും മരിക്കാൻ കാരണം ദൈവത്തിൽ വിശ്വസിച്ചിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞതുകൊണ്ടാണ്. അവരാരും മരുന്ന് ഉപയോഗിച്ചില്ല. ഇപ്പൊ തൻ്റെ മക്കളെ മരുന്ന് കൊടുത്ത് അവൻ രക്ഷിക്കുകയും ചെയ്തു. അതുകൊണ്ട് ആ ഒരു ഗ്രാമത്തിലുള്ള ആളുകൾ തന്നെ ക്രിസ്ത്യൻ മോറിന്റെ 2 പെൺകുട്ടികളെയും കൊല്ലുകയും ചെയ്തു. അതേപോലെ ക്രിസ്ത്യൻ മോറിനെ നമ്മളിപ്പോൾ പ്രസന്റിൽ കണ്ണു കാണാൻ കഴിയാത്തൊരു മുത്തശ്ശിയുണ്ടല്ലോ അവരുടെ അടുത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ക്രിസ്ത്യൻ മോറിനെ അവിടെ കൊണ്ടുവന്ന് എന്തൊക്കെയോ മന്ത്രവാദങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് അവന്റെ ആത്മാവിനെ അവന്റെ ശരീരത്തിനുള്ളിൽ നിന്നും വലിച്ച് പുറത്തേക്കെടുത്ത് അത് കാറ്റിൽ ഊതി വിട്ടു. എന്നിട്ട് ക്രിസ്ത്യൻ മോർ എന്ന് പറഞ്ഞ ആ ഒരു ഫാദറിന്റെ മുതുകില് ഒരു പ്രത്യേകതരം സിമ്പല് വരച്ചിട്ട് ആ മുത്തശ്ശി അവന്റെ ചെവിയിൽ ഒരു കാര്യം പറഞ്ഞു. എന്താന്ന് വെച്ചാൽ ക്രിസ്ത്യൻ മോർ, ഇനി മുതൽ നീ വിശ്വാസമില്ലാത്തവരുടെ ഒരു ഷെൽട്ടറാണ് എന്നുള്ളൊരു കാര്യവും പറഞ്ഞിരുന്നു. അതേ വാക്കാണ് ഇപ്പോൾ പ്രസന്റിലെ ഹീറോയിന്റെ സഹോദരൻ കണ്ടുപിടിച്ച് അവൾക്ക് അയച്ചു കൊടുത്തത്. അപ്പോൾ ഇപ്പോഴും വ്യക്തമായിട്ടൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ ഒരു കാര്യം മാത്രം അറിയാം, അന്ന് സംഭവിച്ച എന്തോ ഒരു കാര്യമാണ് ഇപ്പോൾ പ്രസന്റിൽ ഒരുപാട് പേര് മരിക്കാനും കാരണം. ഇപ്പൊ ആഡമിനെ ആ ഒരു ഇൻസ്പെക്ടർ അവളുടെ അച്ഛനടുത്തേക്ക് പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞിരുന്നു. തൻ്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ട് ഹീറോയിൻ അവളുടെ അച്ഛനെ വിളിക്കുമ്പോഴത്തേക്കും അവളുടെ അച്ഛൻ്റെ മുതുകിലും ആ ഒരു ചിരങ്ങ് വന്നിട്ടുണ്ട്. അയാളും മുതുക് നല്ലതുപോലെ ചൊറിയുന്നുണ്ട്, കൂടാതെ നല്ലതുപോലെ ചുമയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഹീറോയിൻ പറയും, അച്ഛാ യഥാർത്ഥ ആഡം ആരാണെന്ന് പോലും നമുക്കറിയത്തില്ല. യഥാർത്ഥ ആഡമിനെ അവൻ്റെ വീട്ടിൽ മരിച്ച അവസ്ഥയിൽ ഞാൻ കണ്ടുപിടിച്ചിരുന്നു.
അതുകൊണ്ട് നിങ്ങളോടൊപ്പം ഉള്ളത് ആരാണെന്ന് ഇപ്പോഴും നമുക്ക് കൺഫേം അല്ലാതുകൊണ്ട് ഒരു നിമിഷം പോലും അവിടെ നിൽക്കരുത്. പെട്ടെന്ന് തന്നെ ആ ഒരു വീഡിയോ വിട്ട് പോകാനായിട്ട് പറയുന്നതും ഇവിടെയാണ് അടുത്ത ഒരു ഒന്നൊന്നര ടെസ്റ്റ്. അതും കീളി വാർത്തുന്നൊരു ടെസ്റ്റ്. ഇപ്പൊ ഈ ഒരു വിർജിൽ അപ്പൂപ്പൻ പഴയ കാലഘട്ടത്തിലുള്ള ആ ഒരു വീഡിയോയും ഫോട്ടോസ് എല്ലാം ഹീറോയിന് കാണിച്ചു കൊടുക്കുമായിരുന്നല്ലോ. അതില് ക്രിസ്ത്യൻ മോർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫാദറിന്റെ ഫോട്ടോ കാണിക്കുമ്പോഴാണ് അത് വേറെ ആരുമല്ല ഇപ്പോൾ പ്രസന്റിലുള്ള ആഡം എന്ന് പറഞ്ഞാൽ നടക്കുന്ന അവൻ തന്നെയാണത്. അപ്പൊ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാലേ, ക്രിസ്ത്യൻ മോറിന്റെ കാലഘട്ടത്തിലെ അവന് ദൈവത്തിന് വിശ്വാസം നഷ്ടപ്പെട്ടതും അതിൽ ദേഷ്യം വന്ന ആ ഒരു മുത്തശ്ശി എല്ലാവരോടും ദൈവത്തിൽ വിശ്വസിക്കാൻ പറഞ്ഞ് പ്രാർത്ഥിപ്പിച്ചിട്ട് അവരെല്ലാവരും മരിച്ചു. എന്നിട്ട് നീയാണെങ്കിലോ ഒരു തെറ്റായിട്ടുള്ള വഴിയിലെ തന്റെ മക്കളെ തന്നെ രക്ഷിക്കാൻ ശ്രമിച്ചു, ബാക്കിയുള്ളവരെ കൊലയ്ക്കും കൊടുത്തു. അത് കാരണം അവനൊരു ശാപം കൊടുക്കുമായിരുന്നു. എന്താന്ന് വെച്ചാലേ, ഇനി മുതൽ നിന്നെപ്പോലെ തന്നെ ദൈവത്തിൽ വിശ്വാസമില്ലാത്തവരുടെ ആത്മാക്കള് അടച്ചു വെക്കുന്ന ഒരു ഷെൽട്ടർ ആയിരിക്കും എന്നുള്ളൊരു ശാപമാണ് അവന് കൊടുക്കുന്നത്. എന്താന്ന് വെച്ചാല്, ഈ ഷെൽട്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ആളുകൾ അടച്ചു വെക്കുന്ന ഒരു സ്ഥലം അങ്ങനെയാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇവനെ പോലെ തന്നെ ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ആൾക്കാരുടെ ആത്മാക്കളെ അടച്ചു വെക്കുന്ന ഒരു ഷെൽട്ടറായിട്ടാണ് അവന്റെ ശരീരം ഇനി മുതൽ പ്രവർത്തിക്കാൻ പോകുന്നത്. അതൊരിക്കലും ഒരു മരണശിക്ഷയല്ല. മരണമില്ലാത്ത മറ്റുള്ളവരുടെ ആത്മാവിനെ തന്റെ ശരീരത്തിൽ അടച്ചു വെക്കുന്ന ഒരു ശിക്ഷ ഒരിക്കലും മരണമില്ലാത്തൊരു ജീവിതം. പക്ഷെ അന്ന് സംഭവിച്ച മറ്റൊരു കാര്യം എന്ന് വെച്ചാല്, ക്രിസ്ത്യൻ മോറിന്റെ ആത്മാവ് അവന്റെ ശരീരത്തിലേക്ക് തന്നെ കയറിയിട്ട് ഇപ്പൊ ആ ഒരു ശാപം ഉള്ളത് കൊണ്ട് തന്നെ അവനെ പോലെ ദൈവത്തിൽ വിശ്വാസമില്ലാത്തവരെയും ഇതുപോലെ തന്നെ കൊന്ന് അവരുടെ ആത്മാവിനെ ഇവ സ്വീകരിക്കാൻ തുടങ്ങി. അതിലൂടെ ഇവനൊരു പ്രത്യേക ശക്തിയും കിട്ടും. കൂടാതെ ഒരുപാട് കാലം മരണമില്ലാതെ ജീവിക്കാനും കഴിയും. അതുമല്ല, ഇത്രയും കാലം അവൻ ജീവിച്ചു വന്നതുകൊണ്ട് തന്നെ ഈ ഒരു ടെക്നോളജി വെച്ചിട്ട് മറ്റുള്ളവർക്ക് ഇവൻ ഇതുപോലെ ഒരു ശക്തിയുണ്ട്, അല്ലെങ്കിൽ ഇവനാണ് യഥാർത്ഥ ക്രിസ്ത്യൻ മോർ എന്ന് കണ്ടുപിടിക്കരുത്. അതുകൊണ്ടാണ് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്നുള്ളൊരു അസുഖം തനിക്കുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ആഡം ഡേവിഡ് ഇങ്ങനെ രണ്ട് ക്യാരക്ടറിന്റെ രീതിയിൽ അവൻ ജീവിക്കുന്നത്. അപ്പോൾ വെളിയിൽ നോക്കുന്ന ഒരു ഡോക്ടറാണെങ്കിലും പരിശോധിച്ച് നോക്കുമ്പോൾ ഇവൻ ഇതുപോലെ അസുഖമുള്ള ഒരാളാണെന്നേ അവർ വിചാരിക്കത്തുള്ളൂ. അതിനു വേണ്ടിയിട്ട് ക്രിസ്ത്യൻ മോർ എന്ന് പറഞ്ഞ ആ ഒരു ഫാദർ തന്നെ അഭിനയിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അതുമല്ല, അവൻ പ്രധാനമായിട്ട് ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് തന്നെ ആദ്യം വന്ന് ചേരാൻ കാരണം എന്താന്ന്, അവിടെ ജീവന് വേണ്ടി പോരാടുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പൊ അവിടെ വെച്ചിട്ട് ജീവിതത്തിനും മരണത്തിനും ഇടയിൽ കഴിയുന്നവരെ ദൈവത്തിൽ ഒരുപാട് വിശ്വാസം വെച്ച് അവസാനം രക്ഷപ്പെടത്തില്ല എന്ന് മനസ്സിലാവുന്നതും അവരുടെ ദൈവത്തിലൂടെയുള്ള ആ ഒരു വിശ്വാസം നഷ്ടപ്പെടും. അപ്പൊ അങ്ങനെയുള്ളവരുടെ ആത്മാവിനെ അവന് പെട്ടെന്ന് അവന്റെ ശരീരത്തിനുള്ളിലേക്ക് എടുക്കാനും കഴിയും. അതിനു വേണ്ടിയിട്ടാണ് അവൻ ഹോസ്പിറ്റലിൽ തന്നെ വന്ന് അഡ്മിറ്റ് ആയത്. പക്ഷെ അവിടെ നിന്ന് ആ ഒരു ഡോക്ടർ നമ്മുടെ ഹീറോയിന്റെ അച്ഛൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടതും പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ എന്താണെന്ന് ഇതുവരെ നമ്മൾ കാണുകയും ചെയ്തു. ഇപ്പൊ ഇവിടെ കാണിക്കുമ്പോഴത്തേക്കും ഹീറോയിന്റെ അച്ഛൻ്റെ അടുത്തേക്ക് വന്ന ക്രിസ്ത്യൻ മോർ അവന്റെ അച്ഛന്റെ മുതുകിലും ഇതുപോലെ ആ ഒരു സിമ്പല് വരച്ചു വിട്ട് അയാളെയും അവിടെ വെച്ച് കൊല്ലുകയും ചെയ്യുന്നു. അയാളുടെ ആത്മാവിനെയും അവൻ വലിച്ചെടുക്കുന്നുണ്ട്. കാരണം ഹീറോയിന്റെ അച്ഛനും ദൈവത്തിൽ വിശ്വാസമില്ല, സയൻസിലാണ് കൂടുതൽ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയും നേരം അവളുടെ അച്ഛനുമായിട്ട് അവൾ ഫോണിൽ സംസാരിക്കുമായിരുന്നു. അവളുടെ അച്ഛൻ മിണ്ടത്തില്ല എന്ന് മനസ്സിലാക്കിയതും താഴെയുള്ള ആളെ മുകളിൽ പോയി നോക്കാൻ പറയുമ്പോൾ അയാൾ ചെന്ന് നോക്കുമ്പോൾ അവളുടെ അച്ഛൻ മരിച്ചിരുന്നു. ഓക്കെ, എത്രയും പെട്ടെന്ന് ഈ ഒരു കാര്യം അവളുടെ സഹോദരനോട് പറയാമെന്ന് പറഞ്ഞ് സ്റ്റീഫനെ വിളിക്കുമ്പോൾ സ്റ്റീഫൻ പറയും, ഇതുപോലെ സാമിക്ക് വയ്യ, അവളെ കൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പോവാണ് എന്ന് പറയുമ്പോൾ, അല്ല അവൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു സിംറ്റംസ് എന്താണെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ഹീറോയിന് മനസ്സിലായി അടുത്തതായിട്ട് ആ ഒരു ഫാദർ ടാർഗറ്റ് ചെയ്തത് തൻ്റെ മകളെയാണെന്ന്. അതുകൊണ്ട് സ്റ്റീഫനോട് പറയും, ഓക്കെ നീ ഇപ്പോൾ സാമിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണ്ട, ഞാൻ പറയുന്ന ഒരു സ്ഥലത്തേക്ക് നീ കൊണ്ടുവന്നാൽ മതി എന്നും പറഞ്ഞ് ആ കണ്ണ് കാണാത്ത മുത്തശ്ശിയുണ്ടല്ലോ അവരുള്ള ആ സ്ഥലത്തേക്ക് സാമിയെ കൊണ്ടുവരാൻ പറയും. അപ്പോൾ സ്റ്റീഫൻ വിചാരിക്കും ഹീറോയിൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. ഇല്ല, നീ പറയുന്നതൊന്നും ചെയ്യാൻ കഴിയത്തില്ല, ഞാൻ അവളെ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് പെട്ടെന്ന് വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ആ ഒരു ഫാദർ ഉണ്ടല്ലോ അവൻ വന്നിട്ടുണ്ട്. എന്നിട്ട് ഹീറോയിന്റെ അച്ഛനെ പോലെ ഇവരോട് സംസാരിക്കാൻ തുടങ്ങും. ഇത് കാണുന്ന സ്റ്റീഫന് മനസ്സിലായി ഇതിലെന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് വീടിനകത്തേക്ക് കയറി ഡോർ അങ്ങ് അടയ്ക്കും. അങ്ങനെ അവനാണെങ്കിലോ ഇപ്പൊ ആ ഒരു ഡോർ ഇട്ട് ഇടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവര് രണ്ടുപേരും എന്ത് ചെയ്യണമെന്നറിയാതെ അകത്തിരുന്നിട്ട് ഇപ്പോൾ നമ്മുടെ ഹീറോയിനെ സ്റ്റീഫൻ വിളിക്കുമ്പോൾ അവൻ ആ ഒരു ഡോർ ഇടിച്ചു തുറന്ന് അകത്തേക്ക് വരുന്നു. എന്നിട്ട് ഇപ്പോഴും അവരുടെ അച്ഛനെ പോലെയാണ് സംസാരിക്കുന്നത്. കാരണം അവരുടെ അച്ഛനെ കൊന്നിട്ട് അയാളുടെ ആത്മാവിനെ ഇവന്റെ ഉള്ളിൽ കയറ്റിയിട്ടുണ്ടല്ലോ. അപ്പോഴാണ് ഇത് കേൾക്കുന്ന ഹീറോയിൻ പറയുന്നത്, ഓക്കെ സ്റ്റീഫൻ നീ ഫോണ് സ്പീക്കറിലിട്, അവൻ എങ്ങനെ ഓഫ് ചെയ്യണമെന്ന് എനിക്കറിയാമെന്നും പറഞ്ഞ് ഹീറോയിൻ ഇപ്പോൾ ആ ഒരു ഫാദറിനോട് സംസാരിക്കുകയാണ്. എന്നിട്ട് പറയും, ആഡം എനിക്ക് ഡേവിഡിനോട് സംസാരിക്കണം, നീ അവന് ഫോൺ കൊടുക്കാൻ പറയുന്നതും ഹീറോയിൻ അറിയാലോ ഡേവിഡ് വന്നു കഴിഞ്ഞാൽ അവന് കാലിന് സ്വാധീനം ഇല്ലാതെ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, ഉള്ളിലുള്ള ആ ഒരു ഫാദർ തന്നെയാണ് എല്ലാ ആത്മാക്കളെയും കൺട്രോൾ ചെയ്യുന്നതെന്ന്. ഇപ്പൊ ആ ഒരു ഫാദർ വിചാരിച്ചു കഴിഞ്ഞാൽ ഡേവിഡിന്റെ ആത്മാവിനെ പുറത്തേക്ക് വിടാതെ ഹീറോയിന്റെ മകളെ അവന് കൊല്ലാൻ കഴിയും. പക്ഷെ അങ്ങനെ കൊന്നു കഴിഞ്ഞാൽ അതിലൊരു ത്രില്ലില്ല. അവൻ കൊല്ലാൻ പോകുന്ന ആളുകളെ പരമാവധി അവരുടെ വിശ്വാസം നഷ്ടപ്പെടുത്തി ഒരു സൈക്കോ രീതിയിൽ മാത്രമേ അവരെ കൊന്ന് അവരുടെ ആത്മാവിനെ അവൻ എടുക്കത്തുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഹീറോയിൻ പറയുമ്പോഴത്തേക്കും ഡേവിഡായിട്ട് മാറി കാലിന് സ്വാധീനമില്ലാത്ത രീതിയിൽ അവൻ താഴേക്ക് വീഴുന്നു.
ഈ ഗ്യാപ്പില് സ്റ്റീഫനും സാമിയും പെട്ടെന്ന് അവിടെ നിന്നും ഹീറോയിൻ പറഞ്ഞതുപോലെ തന്നെ അവര് കാറും എടുത്ത് ഹീറോയിൻ പറഞ്ഞ ആ ഒരു മുത്തശ്ശിയുടെ സ്ഥലത്തേക്ക് പോകുന്നു. എന്നിട്ട് വരുന്ന വഴിക്ക് തന്നെ നമ്മുടെ ഹീറോയിനെ വിളിച്ചിട്ട് ഇവര് മൂന്നുപേരും ആ ഒരു മുത്തശ്ശിയുടെ അടുത്തേക്ക് വരും, കണ്ണു കാണാൻ കഴിയാത്ത. അങ്ങനെ ഇവരവിടെ കാറിൽ വന്ന് ഇറങ്ങുമ്പോഴത്തേക്കാണ് നേരത്തെ ആ ഒരു ഫൈറ്റിനിടയിൽ ആ ഫാദർ അകത്തേക്ക് കയറി വരുമ്പോഴത്തേക്കും സ്റ്റീഫന് നല്ല പരിക്ക് പറ്റിയിരുന്നു. അവന്റെ വയറിൽ എന്തോ കമ്പിയോ എന്തോ തറച്ച് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് അവൻ കാറിൽ തന്നെ ഇരിക്കും. ഇപ്പോ ഹീറോയിനും സാമിയുമാണ് അകത്തേക്ക് പോകുന്നത്. ഇവരകത്തേക്ക് പോകുന്ന ആ ഒരു ഗ്യാപ്പിൽ തന്നെ ആ ഫാദർ ഇവരുടെ പിറകെ തന്നെ വരുന്നുണ്ട്. സ്റ്റീഫൻ വെറുതെ ഇരിക്കോ, തന്റെ സഹോദരിയുടെ മകളെ സംരക്ഷിക്കാൻ വേണ്ടി അവൻ മരിക്കാൻ വരെ തയ്യാറാണ്. അവന് നമ്മുടെ ഫാദറിനെ തടയാൻ വേണ്ടി വെളിയിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു മുത്തശ്ശിയുടെ മുന്നിലേക്ക് വന്ന ഹീറോയിൻ മുത്തശ്ശിയോട് തനിക്ക് സംഭവിച്ച എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ ആ ഒരു ഫാദറിനെ പറ്റി മുത്തശ്ശിയോട് പറഞ്ഞിട്ട് അടുത്തതായിട്ട് അവൻ കൊല്ലാൻ പോകുന്നത് എന്റെ മകളെയാണ്, നിങ്ങൾ വേണം അവളെ രക്ഷിക്കാൻ വേണ്ടി, പ്ലീസ് എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കണമെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയും, സോറി മോളെ, അതൊരിക്കലും കഴിയത്തില്ല. അവൻ നിന്റെ മകളുടെ മുകളിൽ ആ ഒരു സിമ്പൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ സിമ്പൽ ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും അവരെ രക്ഷിക്കാൻ കഴിയത്തില്ല. അതുമല്ല നിന്റെ മകളാണെങ്കിലോ ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരാളല്ലേ. ദൈവവിശ്വാസം ഇല്ലാത്തവരെ കൊല്ലണമെന്നുള്ള ശാപം കൊടുത്തതേ ഞാനാണ്. അതുകൊണ്ട് എനിക്ക് ഇതിലൊന്നും ചെയ്യാൻ കഴിയത്തില്ല. നിങ്ങളായിട്ട് ഇത് അനുഭവിച്ചേ മതിയാവുള്ളെന്ന് പറയുന്നത്. ഈ ഒരു സിമ്പൽ വെച്ച് കഴിഞ്ഞാലേ അവൾ എവിടെ പോയാലും അവളെ കണ്ടുപിടിക്കുമെന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. അങ്ങനെ വേറെ വഴിയില്ലാതെ ഹീറോയിൻ സാമിയെ കൊണ്ട് വെളിയിലേക്ക് വരുമ്പോൾ അവളുടെ സഹോദരൻ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. അതുകൊണ്ട് തന്റെ മകളെ രക്ഷിക്കാൻ വേണ്ടി ഹീറോയിൻ അവളെയും കൊണ്ട് അടുത്തുള്ള കാടിനകത്തേക്ക് ഓടി പോകുന്നതും എത്ര ഓടിയിട്ടും ഒരു കാര്യവുമില്ല. കാരണം അവൻ എന്തായാലും പിറകെ വരും. അങ്ങനെ പിറകെ വന്നിട്ട് നമ്മുടെ ഹീറോയിനെ പിടിച്ച് ഒരു ഒറ്റയേറ്. എന്നിട്ട് ഹീറോയിന്റെ മകള് സാമിയെ അവിടേക്ക് കിടത്തി അവളുടെ ആത്മാവിനെ വായിൽ നിന്ന് വലിച്ചങ്ങനെ പുറത്തേക്ക് എടുക്കുന്നു. എന്നിട്ട് അവന്റെ ഉള്ളിലേക്കും കയറ്റുന്നുണ്ട്. അങ്ങനെ സാമി അവിടെ വെച്ച് തന്നെ മരിച്ചു. ഇപ്പൊ ഇവന്റെ ശരീരത്ത് സാമിയുടെ ആത്മാവ് കയറിയത് കൊണ്ട് തന്നെ ഹീറോയിനോട് സാമി കരഞ്ഞുകൊണ്ട് സംസാരിക്കുകയാണ് അമ്മയെന്നെല്ലാം പറഞ്ഞിട്ട്. അങ്ങനെ പതിയെ നടന്ന് ഹീറോയിന്റെ അടുത്തേക്ക് വരുന്നതും ഹീറോയിൻ അവനെ തന്നെ നോക്കിയിട്ട് എന്റെ മകളെയും കൊന്ന് അവളുടെ ആത്മാവിനെ ഉള്ളിലെടുത്ത് ഇതുപോലെ ഒരു അഭിനയം എന്റെ മുന്നിൽ തന്നെ കാണിക്കുന്നല്ലേ, ഇവൻ ഇപ്പൊ തന്നെ പണി കൊടുക്കാന്നുള്ള രീതിയിൽ ഹീറോയിൻ അവനെ അടുത്തേക്ക് വിളിച്ച് അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് അവിടെ അടുത്തായിട്ട് തന്നെ ഒരു മൂർച്ചയുള്ള കമ്പി ഇങ്ങനെ ഉണ്ടായിരുന്നു. അതിലേക്ക് അവന്റെ കഴുത്ത് അതിലേക്ക് പിടിച്ച് കിടത്തിയിട്ട് ഒരൊറ്റ തള്ളു കഴുത്തിലൂടെ ആ കമ്പി ഇറങ്ങി ഫാദർ അവിടെ വെച്ച് തന്നെ തീരാണ്. അങ്ങനെ അവൻ മരിച്ചതും ഇപ്പൊ തന്റെ മകള് മരിച്ചല്ലോ. അതുകൊണ്ട് അവളുടെ ശരീരം എടുത്ത് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുമ്പോഴത്തേക്കാണ് അടുത്തൊരു ടിസ്റ്റ് പെട്ടെന്ന് എന്തോ ഒരു കാറ്റ് വന്നടിക്കുന്നതും വേറൊന്നുമല്ല, ഈ ഫാദർ മരിച്ചതോടുകൂടി അവന്റെ ഉള്ളിലെ ആത്മാവ്, അതും സാമിയുടെ ആത്മാവ് അവളുടെ ശരീരത്തിലേക്ക് തന്നെ തിരിച്ചു കയറുന്നു. അവള് പെട്ടെന്ന് ജീവൻ വെച്ച് കണ്ണുറക്കുന്നുണ്ട്. ഇതുകൂടി കാണുന്നത് നമ്മുടെ ഹീറോയിന് നല്ല സന്തോഷമായി. തന്റെ മകളെ തിരിച്ചു വന്നെന്ന് പറഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് മൂവി ഇപ്പൊ അവസാനിക്കാറായി. സമയം നോക്കിയാൽ മതി. പക്ഷെ ഇവിടെയും ട്വിസ്റ്റ് അവസാനിച്ചിട്ടില്ല. ക്ലൈമാക്സിലും ഒരു ഒന്നൊന്നര ട്വിസ്റ്റ് തന്നെയാണ് ഇത് അവസാനിപ്പിക്കാൻ പോകുന്നത്. എന്താന്ന് വെച്ചാല് ഇപ്പോ ഹീറോയിന്റെ മകള് അവനറിയാവുന്ന ഒരു മ്യൂസിക് ഉണ്ടല്ലോ, അത് അങ്ങനെ മൂളുന്നു. അതിനർത്ഥം എന്താണ്? ഹീറോയിന്റെ മകളുടെ ശരീരത്തിൽ കയറിയിട്ടുള്ളത് അവളുടെ മകളുടെ ആത്മാവല്ല, പകരം അത് ക്രിസ്ത്യൻ മോർ എന്ന് പറഞ്ഞ ആ ഒരു ഫാദറിന്റെ തന്നെ ആത്മാവാണ്. എന്താന്ന് വെച്ചാല് അവൻ ആ ഒരു ശാപം കൊടുത്തത് കൊണ്ട് ഒരിക്കലും മരണമില്ല. അവന്റെ ആ ഒരു ശരീരം നശിച്ചാലും മറ്റൊരു ശരീരത്തിലൂടെ അവൻ വീണ്ടും ജീവിക്കും. അങ്ങനെ അവൻ ചെയ്യാൻ പോകുന്ന ആ ഒരു കാര്യങ്ങൾ അവൻ ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് അവന് കൊടുത്ത ആ ഒരു ശാപം. ശാപം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവസാനിക്കാത്തൊരു കാര്യമാണല്ലോ. അങ്ങനെ കാണിച്ചുകൊണ്ടാണ് ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. കൂടാതെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ഒരു കാര്യം ഉണ്ടല്ലോ, ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന മൂവീസുകളിലെ ഏത് മൂവിയാണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത്, അത് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ കമന്റ് ഏത് മൂവിക്കാണോ വരുന്നത് ആ സിനിമ തന്നെ നമ്മൾ അടുത്തത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ട്രെയിലർ കണ്ടിട്ട് ഏതാണ് കുറച്ച് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നത് എന്ന് നോക്കി എന്തായാലും കമന്റ് ചെയ്തേക്കുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയ്ക്കും ബൈ.